മീറ്റിംഗിൻ്റെ അധ്യക്ഷനായി ശ്രീ പി പി ശ്രീയ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മക്കാവിന് കടന്നു വന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ മാണി സ്കറിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥി നമുക്കെവിടെ സുപരിചിതനായ മുതിർന്ന മാധ്യമ പ്രവർത്തകരും ലാനയുടെ മുൻ പ്രസിഡന്റും KLS മുൻ പ്രസിഡന്റുമായ ശ്രീ ജോസഫ് കുഞ്ഞിമഠത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസഫ് കുഞ്ഞിമഠം സാർ, ഇപ്പോൾ നമ്മുടെ ദി മലയാളിയുടെ മുഖ്യ പത്രാധിപരും യോഗത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ പി പി ചെറിയാനെ വെൽക്കം സ്പീച്ചിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം ആൻഡ് വെൽക്കം സ്പീച്ച്. വെൽക്കം സ്പീച്ച്. എല്ലാവർക്കും നമസ്കാരം. ദി മലയാളി പത്രത്തിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വിഷുവിനാണ് 24 ചാനലിൻ്റെ ന്യൂസ് എഡിറ്ററിൽ ചാർജ് PP ജെയിംസ് ദി മലയാളിയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് നടത്തിയത്. അതിനുശേഷം ദി മലയാളി പത്രം അടിക്കടി ഉന്നതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു ആലോചന വന്നത് തന്നെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസ് ഭാരവാഹികൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മലയാളി ഇവിടെ രൂപീകരണമായത്. തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇത് എത്രമാത്രം വിജയത്തിലേക്ക് എത്തും എന്നൊരു സംശയമൊക്കെ ഉണ്ടായെങ്കിലും വളരെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സംഘം മാധ്യമമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിൻ്റെ പുറകിൽ അക്ഷീണം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മലയാളി പത്രം ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയത് എന്ന് അഭിമാനത്തോടുകൂടെ ഞങ്ങൾ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. ഇതിൻ്റെ വളർച്ചയുടെ പടവുകൾ ഇനിയും ചവിട്ടി കയറേണ്ടതുണ്ട്. ഈ സ്വാഗത പ്രസംഗത്തിൽ ഇപ്പോൾ ഇത് ഡാലസിൽ നിന്നാണ് ഈ പത്രം ആരംഭിച്ചത് എങ്കിൽ പോലും ഇവിടെ നിന്നും മറ്റൊരു എഡിഷൻ ആരംഭിക്കുവാനുള്ള ശ്രമത്തിലാണ് ദി മലയാളി ഭാരവാഹികൾ. അതായത് ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം സ്വാഗത പ്രസംഗം ഒരുമിച്ച് പറയുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുക. നമ്മുടെ ഈ പത്രത്തിൻ്റെ വളർച്ച കണ്ട് കന്നഡയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നമ്മെ സമീപിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഒരു എഡിഷൻ ആരംഭിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ രൂപം കൊടുക്കും. അവരാവശ്യപ്പെട്ടതാണ് കന്നഡയിൽ നിന്നും ഈ മലയാളിയുടെ ഒരു എഡിഷൻ വേണമെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ എത്തിച്ചേർന്നിരിക്കുന്നത് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ, സംരംഭകൻ, മികച്ച പ്രാസംഗികൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ ഡോക്ടർ മാണി സ്കറിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കാർഷിക മേഖലയിലെ സാങ്കേതിക വിജ്ഞാനത്തെ മാനുഷിക മൂല്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിൽ
അദ്ദേഹം സവിശേഷമായ കഴിവുള്ള വ്യക്തിത്വമാണ്. ഔദ്യോഗികമായി അദ്ദേഹത്തിന് US സിട്രസ് കമ്പനിയുടെ സ്ഥാപകനും CEO-യുമാണ്. കൂടാതെ ടെക്സസ് A&M സർവകലാശാലയുടെ പ്രൊഫസർ എമറിറ്റസ് പദവിയും അദ്ദേഹം ഇപ്പോൾ അലങ്കരിക്കുന്നുണ്ട്. ഉപദേശക എന്ന രീതിയിൽ ടെക്സസ് കൃഷി വകുപ്പ്, ആരോഗ്യ വകുപ്പ്, USDA എന്നിവയുടെ ഉപദേശ സമിതികളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തൻ്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തും നേതൃത്വ പാഠവും ഡോക്ടർ മാണീസ് ഇൻസൈറ്റ്സ് എന്ന വെബ്സൈറ്റിലൂടെ അദ്ദേഹം ലോകത്തിന് പങ്കുവയ്ക്കുന്നു. ഇന്ത്യയിൽ നിന്നും തുടങ്ങി മിഡിൽ ഈസ്റ്റ് വഴി അമേരിക്കയിലെത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും കഥയാണ്. കൃഷി, സസ്യാരോഗ്യം, പൊതുജനാരോഗ്യം എന്നീ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വില മതിക്കാനാവാത്തതാണ്. കുടുംബ മൂല്യങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്ന അദ്ദേഹം ഒരു ഭർത്താവ്, 2 മക്കളുടെ പിതാവ്, മുത്തച്ഛൻ എന്നീ നിലകളിൽ തൻ്റെ കുടുംബജീവിതവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. വെറുമൊരു വിദഗ്ധൻ എന്നതിലുപരി ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും പുതിയ തലമുറയെ പ്രചോദിപ്പിക്കുന്ന ഒരു വഴികാട്ടിയാണ് ഡോക്ടർ മാണി സ്കറിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിശയോക്തിയില്ല. അദ്ദേഹത്തെ നമ്മുടെ ഈ മലയാളിയുടെ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചതിനെ ഞങ്ങൾ അധികം സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ ഈ മീറ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് ജോസഫ് നമ്പിമഠമാണ്. ജോസഫ് നമ്പിമഠത്തെ ഞാൻ പരിചയപ്പെട്ട കാര്യമില്ല. 1995 മുതൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. ഞാനും അദ്ദേഹവും ഒരു പ്രൊഫഷണൽ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ 1995 അമേരിക്കയിൽ ഞാൻ എത്തിയപ്പോൾ അന്ന് ദീപികയുടെ എഡിറ്ററായി ദീപികയ്ക്ക് വാർത്ത അയക്കുന്ന അമേരിക്കയിലെ ഏക ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ശ്രീ ജോസഫ് നമ്പിമഠം സാർ. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, നിരവധി കവിതകളും ലേഖനങ്ങളുമൊക്കെ എഴുതിയ ഒരു വലിയ പ്രതിഭ കൂടിയാണ് ശ്രീ ജോസഫ് നമ്പിമഠം. അദ്ദേഹം ഇപ്പോൾ ഡാലസിലായിരുന്ന താമസം ഇപ്പോൾ അത് ഹൂസ്റ്റണിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കൂടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ മറ്റൊരു മുഖ്യ അതിഥിയായി എത്തിച്ചേരേണ്ടത് ന്യൂസ് 24 ചാനലിൻ്റെ ന്യൂസ് എഡിറ്റർ ചാർജ് PP ജെയിംസ് സാറാണ്. അദ്ദേഹത്തോട് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം ഇവിടെ എത്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഡി മലയാളിയുടെ ലോഞ്ചിങ് ഔദ്യോഗികമായി നിർവഹിച്ചത്. ഇത്തവണ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ നാട്ടിലെ പ്രത്യേക സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഫ്ലൈറ്റിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒരു സന്ദേശം നമുക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഡാളസിൽ മാത്രമല്ല അമേരിക്കയിൽ തന്നെ അറിയപ്പെടുന്ന ആളുകളാണ്. ഡി മലയാളിയെ സ്നേഹിക്കുന്ന, ഡി മലയാളിയെ പിന്തുണയ്ക്കുന്ന, ഡി മലയാളിയുടെ പ്രവർത്തനങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് എനിക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നുണ്ട്.
നമ്മുടെ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ പറയുവാനുള്ളത്, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസിന്റെ പ്രസിഡന്റ് സണ്ണി മാളിയേക്കലാണ്. ഈ മലയാളിയുടെയും അതുപോലെ തന്നെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസിന്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ടാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഒക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. സണ്ണി മാളിയേക്കലിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ആത്മമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മുൻപിലിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ, ഞങ്ങളുടെ ഈ മലയാളിയുമായി ബന്ധപ്പെട്ടവർ, അതുപോലെ തന്നെ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസുമായി ബന്ധപ്പെട്ടവർ, അമേരിക്കയിലെ എഴുത്തുകാരുടെ സംഘടനയായ ലാലയുടെ പ്രസിഡന്റ് ശ്രീ ഷബീർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാളസ് കേരള അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഷിജി എബ്രഹാം, ഇന്ത്യ കൾച്ചറൽ എഡ്യൂക്കേഷൻ സെന്റർ പ്രസിഡന്റ് ശ്രീ നൈനാൻ, അതുപോലെ തന്നെ ഗാർലൻഡിലെ എല്ലാ ഇലക്ഷനിലും നിൽക്കുന്ന ഒരു വ്യക്തി, നമുക്കെല്ലാവർക്കും പഠിക്കുന്നതായിട്ടുള്ള ശ്രീ പി സി മാത്യു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പെട്രീഷ്യ, അതായത് ഇന്ന് ഈ ഡാളസിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വനിതാ രത്നം എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീ പട്രീഷ്യ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. പിന്നെ ഇതിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും, പിന്നെ നമ്മുടെ SP ജെയിംസ് ഒരു മാധ്യമ ഉടമസ്ഥനാണ്. അതുപോലെ തന്നെ എക്സ്പ്രസ് ഹെറാൾഡിൻ്റെ നമ്മുടെ തരകൻ സാറ് ഒരു മാധ്യമത്തിൻ്റെ ആളുകളാണ്. അതുപോലെ തന്നെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് വീഴുന്ന ആ സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി പി പി ശ്രീയ സാർ. ഈ മലയാളിയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചെറിയ സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ വിഷുദിനത്തിലാണ് ഡി മലയാളി എന്ന പത്രം ഔദ്യോഗികമായി പുറത്തിറക്കിയത്. അതിനുശേഷം പല PDF ഫോർമാറ്റിൽ മന്ത്ലി, ബൈ വീക്ക്ലി എഡീഷൻസ് ഇറക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഡി മലയാളിയുടെ ഭാരവാഹികളെന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഡി മലയാളിയുടെ ചീഫ് എഡിറ്ററാണ് പി പി ചെറിയ സാർ. ഡി മലയാളിയുടെ മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അനസ് മാർഗലി. എഡിറ്റേഴ്സ് ആയിട്ട് സാം മാത്യു, ഡോക്ടർ അഞ്ജു ബിജ്ലി, സിജു ബി ജോർജ് ഞാനാണ്. പിന്നീട് ഇതിന്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് സണ്ണി മാളിയേക്കൽ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ബിജ്ലി ജോർജ്, ഓഫീസ് മാനേജർ തോമസ് ചിറമേൽ, പബ്ലിക് റിലേഷൻസ് പ്രസാദ് തിയോടിക്കൽ, ബെന്നി ജോൺ ആൻഡ് TC ചാക്കോ. ഇത്രയും വ്യക്തികളുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടും അവരുടെ സമയം കൊണ്ടും പണം കൊണ്ടും മറ്റെല്ലാ രീതിയിലുള്ള ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഈ സംരംഭം, ഈ മലയാളം സംരംഭം കഴിഞ്ഞ 1 വർഷം വിജയമായി പൂർത്തിയാക്കിയത്. അതുകൂടാതെ തന്നെ സഹായിച്ച സ്പോൺസേഴ്സ് ഉണ്ട്. സ്പോൺസേഴ്സിലെ മിക്കവരും പലരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വാക്ക് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ മാണി സ്കറിയ സാർ ഈ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം നമ്മോട് സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ക്ഷണിക്കും. ആദ്യമായിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ഭാഗമായിട്ട് ശ്രീ സണ്ണി മാളിയേക്കൽ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. ശ്രീ സണ്ണി മാളിയേക്കൽ പ്ലീസ്. ഞാൻ 2 പേരെ വിളിക്കുകയാണ്. ഷിജു എബ്രഹാമും നൈനാനും. നിങ്ങൾക്ക് ആഗ്രഹം കൂടുതൽ വരാൻ പറ്റുമെങ്കിൽ കൂടുതൽ വരിക. സത്യത്തിൽ ഈ പൊന്നാടയുടെ എഗൻസ്റ്റാണ് പണ്ടിപ്പോ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് കാരണത്തിൽ അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നാണ് എൻ്റെ തീരുമാനം.
അതുകൊണ്ട് പറഞ്ഞു. I was really honored to be here. Leadership of the Malayali in Dallas. എല്ലാ ഭാരവാഹികളും ഇവിടെ പല രീതിയിൽ വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ brothers and sisters and my wife Annie, she came from McAllen. McAllen is about 400-500 miles away from here, and I was really touched by the invitation, and I was hoping to see BP James. അങ്ങനെയുള്ള ആ വാക്ചാതുര്യം പ്രായോഗികമൊക്കെ നേരിട്ട് കണ്ട് വർത്തമാനം പറയാൻ പിന്നെ ഒപ്പം ഓർത്താണ്. പക്ഷേ വിൽ ഡു ദാറ്റ് വൺ സം അതർ ടൈം. എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. This is your first event. It is more than an event. It is a big milestone. അതിന് കാരണം I don't know how many entrepreneurs are here. Most of the businesses, they start with a wonderful business plan. Everything looks great on spreadsheet, graphs, but in reality, a lot of businesses fail after a year. So if you are inaugurating, if you are celebrating the first year, it means somebody behind this one has something that is very good and everlasting. And my congratulations to all of you. I don't know how many faces I need to look at that one. Excuse my ignorance, but there is I know that one for sure very well because I have done a business and I did it very well. But Mother Nature tested me, but still I come out and so I know exactly what it takes. And I was in Australia 2 years ago. I asked a bunch of scientists, about 70 of them, how many of you know what it takes to be in a successful business? There are several C's in it, and nobody knew that. So it's very important. And once more, I congratulate you for being in this one, and all my blessings, all my positive energy shifting onto your program, and I announce that this program is inaugurated with the humility. I mentioned that when the businesses start with the great thing, but executing that idea is the one that brought you over to here. And in order to survive, a lot of important things. One is the credibility, and you have that one. That's why you are continuing to that. Now you are in an amazing place, Dallas Fort Worth, and I have traveled many places in the world, but when you come to Dallas Fort Worth, and it has been many years since my wife and I drove to McAllen. We pass through Dallas quite often, but driving and seeing several of the growth of this city, it is amazing. It's about 7.7 million people, a lot of them Indians, a good percentage of Malayalis, and you are making a connection, a link, and that is, you have the scale in Dallas Fort Worth area, and you have the people to serve, and they are taking you very seriously and very positively. That is a very important thing. Let me
for the next step, next year when you are meeting here, you need to have something else to come on. And I will give you an example. I am from Kottayam. It's a small town, a small village, and എൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ പത്രമുണ്ട്. അതിൻ്റെ പേര് മലയാള മനോരമ. പ്രശ്നമില്ലേ? ആ മലയാള മനോരമ, there is something very, very exciting. And they built some people through Balagana Sikkim. You know Machandi? Thirunjit Radhakrishnan. These are people that Manorama built to come into existence. I will just quote with the Thirunjit Radhakrishnan, so I know what their struggles they went through, all of it. So these are a big paper was the platform for somebody to function. They were nobody at that time. They are average people. Average. അവരെല്ലാം പൊക്കിക്കൊണ്ട് വന്ന ഒരു പത്രം അതിൻ്റെ ടൈറ്റിലുണ്ട്. So you can do something for the community, and it is very important because we are fortunate to be here in America, and we need to make sure that we give more than 101% back to American society. And I challenge you to take up something like Manorama did it, and something that will be impactful. And I will give you a very small, humble direction for you to take up. I want you to take you to, I don't know how many of you know, I was not born at that time, but there was a program in America called Victory Gardens. How many of you know about that? Nobody knows about it? Okay. In World War I and World War II, there was a lot of problems. There was only 140 million people in America at that time. And all the men were in war. And the ladies and children were left behind here. They didn't have food. They didn't have money to buy food. So somebody started in World War I a program called Victory Gardens. And the Victory Garden is you grow your own food in your backyard, in the schools. In World War II, there were 125 million Victory Gardens all over America. And they produced 40% of the vegetables needed for this country. So I would encourage you to take up on an initiative that you could help or to promote that. There will be a lot of people doing it, and I'm doing it of my own. I'm not the originator or leader, but I'm taking it very, very seriously. In fact, this idea was opened last week at a food summit in Edinburgh, Texas, organized by the University of Texas, Rio Grande Valley, and the Region 1 Education Center. And I guess this morning, I asked my assistant to start a link. It is called Victory Gardens 2.0 USA. And that is, what I am doing is I'm trying to facilitate to certain these information. So I hope this is something that you can give it back to the society and people will think that. So So when you have a program that will reflect on giving back to the society, what the society will think and appreciate is we are not, we are from another country, we look different, even though we have a lot of talents with us, we still are unique, we are different.
But when we give, when we become useful to them, in their eyes, they become very, they will give us that respect. So let us, we are going through an uncertainty time. We don't know what is happening. And all this, already seeing that when the war, disruptions, and we noticed that when after the 9/11 pandemic, 2019, all the shipments were disturbed and the shelves were empty. So food is an important item, and I hope something that will take on at least 10% of your time to think about it, and I will be happy to share my thoughts with you. And again, I announce that when I inaugurate this session, and it was great meeting you, Nambimanam sir, Charechan, thanks a lot, Sunny, and all others, lot of friends I have seen, and once more I appreciate the time that you have given me to talk to you. താങ്ക് യു ഡോക്ടർ മാണി സ്കറിയ സാർ. വളരെയധികം അനുഭവ സമ്പത്തും ലോകപരിചയമുള്ള ഒരു മഹത് വ്യക്തിയാണ് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. മാണി സാർ, വി ആർ പ്രൗഡ് ഓഫ് യു. ഒരു മരടയ്ക്ക് തമാശയായിട്ട് പറയുക, തമാശയുടെ കാര്യമായിട്ടാണ്, നാരങ്ങ വെള്ളം കുടിക്കാത്ത മലയാളികളില്ല അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം പറയാം. അമേരിക്കയിലെ ഏറ്റവും അധികം നാരങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ ലൈം പ്രൊഡ്യൂസറാണ് ഡോക്ടർ മാണി സ്കറിയ സാർ. അതായത് അറിയപ്പെടുന്നത് തന്നെ ലൈം കിങ് ഓഫ് ടെക്സസ് എന്നാണ്. അപ്പോൾ അടുത്തത് എനിക്ക് ഷിജു അബ്രഹാമിനോട് മാത്യുവിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. കേരള അസോസിയേഷൻ ഈ ബിസിനസ് മീറ്റിംഗ് നടക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തിയെ വിളിച്ചിട്ട് ബിസിനസ് സെമിനാറൊക്കെ അറേഞ്ച് ചെയ്യണം. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ബിസിനസ്സുകാർ നമുക്ക് ഡാൻസ് വേണം, എന്നാലും നമുക്ക് ഡി മലയാളിക്ക് സ്പോൺസേഴ്സ് കിട്ടുകയുള്ളൂ. അടുത്തതായിട്ട് എൻ്റെ വളരെ സന്തോഷത്തോടെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആദരണീയനായ ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പരിചയപ്പെടുത്താൻ ആവശ്യമില്ല, അദ്ദേഹം സുപരിചിതനാണ്. ഏകദേശം 35 വർഷങ്ങൾക്കധികമായി ഞങ്ങൾ തമ്മിൽ ആത്മബന്ധമുണ്ട്. ഞാൻ KLSന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ അദ്ദേഹം KLSന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ലാന പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങൾ അനവധി മീറ്റിങ്ങുകൾ സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഫംഗ്ഷനുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെയധികം അടുത്ത ബന്ധമുള്ള ആത്മബന്ധമുള്ള നമ്മുടെ ജോസഫ് നമ്പിമണ സാറിന് നമ്മുടെ മുമ്പിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഡാൻസുകാരനായിരുന്നു. ഇപ്പോൾ ഹ്യൂസ്റ്റണിലോട്ട് തൽക്കാലമായി പോയിരിക്കുകയാണ്. ഉടനെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ നമ്മോട് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മറ്റു പേരോടെ കിടക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് നമ്പിമണ സാർ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വളരെ ബഹുമാന്യരായ മുഖങ്ങളെയാണ് ഞാനിവിടെ കാണുന്നത്. അവരെയൊക്കെ കഴിഞ്ഞ് ഇവിടെ എന്നെ കൊണ്ട് ഇരുത്തി കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നാണക്കേട് തോന്നുന്നുണ്ട്. അത്രയ്ക്കും പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ ഇരിക്കുമ്പോൾ വേദിയിലിരിക്കാനും മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ സംരംഭത്തെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. when life gives you when life gives you lemon, make lemonade out of it. സോറി, ഓർമ്മയിൽ നിന്ന് എടുക്കാൻ ഇച്ചിരി സമയമെടുത്തു. അതായത് ജീവിതം നിങ്ങൾക്ക് ദുരിതം തരുമ്പോൾ അതിനെ മധുരമായ കാര്യങ്ങളായി അത് പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം ഒരു ലെമണേഡ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ലെമണേഡ് ഉണ്ടാക്കുന്നില്ല, ലെമൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നല്ല പ്രൊഡ്യൂസറായി വന്നതിന് 500 ഏക്കറോ ഒക്കെ സമ്പാദിച്ചു കൂട്ടുകയും ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം എത്ര നല്ല ഒരു മധുരഫലം പുറപ്പെടുവിച്ചു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആയിട്ട് ഞാനത് കഴിഞ്ഞാൽ കാണുന്നത്. നമ്മളെല്ലാം ഞാൻ 85-ലാണ് അമേരിക്കയിൽ വന്നത്. 85-ൽ വന്ന് നാട്ടിൽ അധ്യാപകനായിട്ടും
KSRTC ജോലിയൊക്കെ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം $4.5 ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ഞാൻ ജോലി തുടങ്ങിയത്. അവിടെ നിന്നാണ് ഞാൻ ഇത്രയും വലിയ കാര്യങ്ങളിലേക്കെല്ലാം ഞാൻ ഉയർന്നു വന്നത്. അത് ബിക്കോസ് ഐ ആം ലിവിങ് ഇൻ എ കൺട്രി ഓഫ് ഓപ്പർച്യൂണിറ്റി. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ അങ്ങേയറ്റം ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും ഉള്ള ഒരു മനോഭാവം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. ഇവിടെ വന്ന മലയാളി സക്സസ്ഫുൾ ആകാത്തവർ വിരലിലുണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ രാജ്യത്തോട് നാം കടപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇനിയും ഞാൻ പറഞ്ഞില്ലേ 85-ലാണ് ഞാനിവിടെ വന്നത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഗ്യാസ് സ്റ്റേഷനിലൊക്കെ ചെയ്ത് അതിനൊന്നും എനിക്ക് മടിയുണ്ടായിരുന്നില്ല. കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്. അവിടെ നിന്ന് ഞാൻ റേഡിയോളജി പഠിച്ചു, അത് കഴിഞ്ഞ് MRI പഠിച്ചു. 2 ലൈസൻസ് മെഡിക്കൽ ഫീൽഡിൽ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സാഹിത്യം, അതായത് ഇവിടെ വരുന്നതിന് 70-കൾ മുതൽ 10-15 വർഷം മുമ്പ് മുതൽ ഞാൻ എഴുതാൻ തുടങ്ങിയതാണ്. ദീപികയിലായിരുന്നു ആദ്യം എഴുതി തുടങ്ങിയത്. ആ ദീപികയിൽ എഴുതി ആ പരിചയം വെച്ചുകൊണ്ടായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് അന്ന് ഇൻ്റർനെറ്റും ഇല്ല, സെൽഫോണില്ല, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യങ്ങളിൽ അവരെന്നെ കോണ്ടാക്ട് ചെയ്ത് ഇവിടുത്തെ ഒരു കറസ്പോണ്ടൻ്റ് ആയിട്ട് എന്നെ ആക്കി. അങ്ങനെ ദീപികയുടെ ഒരു ചെറിയ റിപ്പോർട്ടർ എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത്ര കാര്യമായിട്ടൊന്നും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിനുശേഷം ഇപ്പോൾ 6 പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകങ്ങളിൽ നിന്നുള്ള കവിതകളൊക്കെ ഇപ്പം യൂട്യൂബിലും അവിടെയും ഫേസ്ബുക്കിലും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഈ പറഞ്ഞ ചെറിയാനും ഞാനും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. അതിൻ്റെ സ്നേഹം കൊണ്ടായിരിക്കാം അദ്ദേഹം എന്നെ കൊണ്ട് ഇത്രയും നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ 2 വാക്ക് പറയാൻ അവസരം തരികയും ചെയ്തതിന് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 35 വർഷം ഞാൻ ഈ ഡാളസിൽ താമസിച്ചിരുന്നത് കാരണം ഇവിടെയുള്ള പ്രത്യേകിച്ചും ഈ ഡി മലയാളിയുടെ പ്രവർത്തകരായിട്ടുള്ള സണ്ണി പാടിയേക്കലും ചെറിയാനും അതുപോലെ തന്നെ സിജു എന്ന് വേണ്ട ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളും എനിക്ക് പരിചിതരാണ്. അപ്പോൾ ഇവരെയെല്ലാം കാണാനും ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം തന്നതിനും പ്രത്യേകം നന്ദി പറയുന്നു. ഡി മലയാളി അങ്ങേയറ്റം വിജയകരമായി മുന്നോട്ട് പോകട്ടെ. 1-ാം വാർഷികം നടത്തിയതിന് അഭിനന്ദനങ്ങൾ. ഭാവിയിലും വളരെ നല്ല പ്രവർത്തനം നടത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ജോസഫ് നന്ദിമണ സാർ. നമ്മുടെ കേരള അസോസിയേഷന് ഒരു 10,000 ബുക്സുള്ള ലൈബ്രറി ഉണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് ജോസ് നന്ദിമണ സാറിന് 1000-ലധികം ബുക്കുള്ള ലൈബ്രറി വീട്ടിലുണ്ട്. ഹോം ലൈബ്രറി ഉണ്ട്. നമുക്ക് ഏവർക്കും അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ എഴുതുക മാത്രമല്ല വായനാശീലം ഉള്ള വ്യക്തിയാണ്. നാട്ടിൽ എപ്പോൾ പോയാലും ഒരു 10-30 ബുക്ക് കൊണ്ടാണ് അദ്ദേഹം അമേരിക്ക വരുന്നത്. നന്ദി ജോസഫ് സാർ. അടുത്തതായിട്ട് നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ഡി മലയാളി പത്രത്തിന്റെ തുടക്കം മുതൽ നമ്മുടെ പ്രോത്സാഹനവും ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായ വ്യക്തിയുണ്ട്, ശ്രീ PP ജെയിംസ് സാർ. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയാറുണ്ട് 2 PP-മാരാണ് അതിന്റെ പിന്നിലെന്ന്. PP ചെറിയാൻ സാറും PP ജെയിംസ് സാറും 24 ചാനലിന്റെ. അദ്ദേഹത്തിനൂടെ കടന്നു വരാൻ സാധിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് നമുക്ക് കേൾക്കാം. അതിപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നമസ്കാരം. ഞാൻ PP ജെയിംസ് 24 ന്യൂസ് ചാനലിന്റെ എഡിറ്റർ ഇൻചാർജാണ്. എന്തായാലും ഇവിടെ അമേരിക്കയിലെ ഡാളസിൽ നിന്ന് ഇറങ്ങിയ 1 വർഷം തികയ്ക്കുന്ന ഡി മലയാളി ഓൺലൈനിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. വലിയ സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ ഡി മലയാളി ഓൺലൈനിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം ഇത് ആരംഭിച്ചപ്പോൾ അതിന്റെ ഇനോഗ്രൽ ഇതിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. PP ചെറിയാന്റെ നേതൃത്വത്തിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ 7 കടലിനക്കരെ ചെന്ന് ഇങ്ങനെ മലയാളത്തിൽ ഒരു ഓൺലൈൻ തുടങ്ങുകയും അത് വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഡാളസിൽ
സന്ദർശനം നടത്തിയപ്പോൾ സണ്ണി മാളിയേക്കലടക്കം പി പി ചെറിയാൻ, ഷിജു അടക്കം ഒരുപാട് പേര്, എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല, എല്ലാവരുമായിട്ട് അവിടെ പ്രസ് ക്ലബ്ബിൽ ഒത്തുകൂടാൻ കഴിഞ്ഞു. അവരുമായിട്ട് കാണാൻ കഴിഞ്ഞ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ഡാളസിൽ നിന്നിറങ്ങിയ ഈ ഓൺലൈൻ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സ്വന്തം ഭാഷയെ നാടുവിട്ടാൽ മറക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രയോ കാലമായി ഈ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പറിച്ചു നട്ടിട്ടും മലയാളത്തെ മറക്കുന്നില്ല, മലയാളികളെ മറക്കുന്നില്ല എന്നുള്ളത് വലിയ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. അതിന്റെ പേരിൽ ഒരു ഓൺലൈൻ തുടങ്ങുക, അത് ലോകമെമ്പാടും സ്വീകരിക്കപ്പെടുക, അതിന്റെ 1ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ ഒരു വയസ്സ് ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഡാളസ് നമുക്കറിയാവുന്ന പോലെ അമേരിക്കയുടെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും സംസ്കാര സമ്പന്നമായ പ്രദേശമാണ്. അവിടെ നിന്നാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. പി പി ചെറിയാന്റെയൊക്കെ വീട്ടിൽ പോയത് ഞാൻ ഓർക്കുന്നു. അതുപോലെ സണ്ണി മാളിയേക്കലിന്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ നിന്നാണ്, ഡാലസിൽ വന്നിട്ടാണ് ജോൺ എഫ് കെന്നഡി, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന, ഞാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് കിടന്ന പ്രദേശങ്ങളൊക്കെ ചെയ്യുകയും അവിടെ നിന്നത് ഷൂട്ട് ചെയ്ത് 24 ചാനലിലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തതാണ്. എന്തായാലും നല്ല ഓർമ്മകൾ ഉണ്ട്. ഇനിയും ഈ ഡി മലയാളി മുന്നോട്ട് പോകട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഈ മീറ്റിംഗിൽ അനവധി വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ട്. പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാസമ്പന്നരുമായ ഒരു വലിയ നിര നമ്മുടെ മുമ്പിൽ അണിനിരന്നിട്ടുണ്ട്. എല്ലാവർക്കും സമയം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് പേരെ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവരും 2 മിനിറ്റ്, അതായത് 120 സെക്കൻഡിനുള്ളിൽ ആശംസ പറഞ്ഞെത്തണമെന്ന് പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി അമേരിക്കയിൽ തന്നെ ഏറ്റവും മാതൃകാ സംഘടനയായ നമ്മളിവർ ഉൾപ്പെട്ട് നിൽക്കുന്ന കേരള അസോസിയേഷൻ ഓഫ് ഡാളസ്, അതിൻ്റെ അമരക്കാരനായി ഈ 2026-27 പ്രവർത്തിക്കുന്ന ശ്രീ ഷിജു എബ്രഹാം, അദ്ദേഹം ഇതുകൊണ്ട് വളരെ വർഷങ്ങളുടെ വ്യക്തിബന്ധം കൂടിയുണ്ട്. അദ്ദേഹം കേരള അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനം വളരെ സുദീർഘമായ രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാം ഒരിക്കൽ കൂടി നമസ്കാരം. ഇതിൻ്റെ ഡി മലയാളിയുടെ പ്രസിഡന്റ് ശ്രീ പി പി ചെറിയാൻ സാറ്, വിശിഷ്ടാതിഥി മാണി സാർ, ജോസഫ് നമ്പൂതിരി സാർ, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം. നമ്മൾ കേരള അസോസിയേഷനെ പറ്റി പറയുമ്പോൾ ഇത് നമ്മുടെ 50ാമത് വർഷമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞാൻ ഏതാണ്ട് 30 വർഷമായിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഇരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ തന്നെയും. ഇവരൊക്കെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ സ്റ്റെപ്പിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷിജുവുണ്ട്, എല്ലാവരും തന്നെ. അതിൽ കേരള അസോസിയേഷനെ പറ്റി പറയുമ്പോൾ ഈ മലയാളിയെ പറ്റിയാണ് പറയണമെങ്കിൽ പോലും കേരള അസോസിയേഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇവിടെയുള്ള മിക്കവാറും എല്ലാവരും തന്നെ. അതിലുള്ള സന്തോഷം അറിയിക്കുന്നു. കേരള അസോസിയേഷനാണ് ആദ്യമായി ഒരു കൈരളി മാഗസിൻ, അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇവർ. അത് കൈപ്പടയായിട്ട് എഴുതി ഉണ്ടാക്കിയ കേരള അസോസിയേഷൻ്റെ കൈരളി മാഗസിൻ, അത് ശരിക്കും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു, എല്ലാ മാസങ്ങളിലും ഉണ്ട്. അതിൻ്റെ കുറേ നാളത്തെ പത്രപ്രവർത്തകനായിരുന്നു സിജു ജോർജ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാളിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. പി പി ചെറിയൻ സാറാണെങ്കിൽ ഞങ്ങളെ വാർത്ത അറിയിച്ച് ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്പൂതിരി സാറാണെങ്കിൽ വന്ന കാലത്ത് അന്ന് സാറും വളരെയധികം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ്. ഞാനിത് പറയുന്നത് അപ്പോൾ തന്നെ മാണി സാറ്, ശ്രീ സാർ പറഞ്ഞു, കേരള അസോസിയേഷൻ തീർച്ചയായും ഒരു ഓണത്തിന് കുറച്ച് നാൾ മുമ്പ് സാറായിരുന്നു നമ്മുടെ ഗസ്റ്റ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവരെയും വീണ്ടും നമ്മൾ ആദരിക്കുന്നതാണ്. നിങ്ങളെല്ലാം തന്നെ പ്രഗത്ഭരാണ്, പ്രശസ്തരാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. എങ്കിൽ പോലും ഡി മലയാളിയെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഇത് തുടങ്ങുമ്പോൾ വളരെ സന്തോഷമുണ്ടായി. കാരണം ഈ മലയാളി എന്ന് പറയുന്നൊരു പത്രമാണ് വളരെ വലുതായിട്ട് നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഡി മലയാളി തുടങ്ങി അതിനുശേഷം തന്നെ കുതിച്ചു കയറിയെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് 10 പേര് ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇതിനെ ഉയർത്തി. ഇപ്പോൾ ഇന്ന് അതിൻ്റെ സ്ഥാനം
ലോക ഈ പത്രത്തിലെ തന്നെ ഏറ്റവും ടോപ്പിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ മെച്യൂരിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ മാണി സാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ട്. ആദ്യമൊക്കെ നമ്മൾ വളരാനും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ സമൂഹത്തിന് വേണ്ടി ജീവിക്കും. എന്നാൽ നല്ല മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളിത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാം. അതാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന മിക്കവാറും ആൾക്കാരെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇനിയും എന്തെങ്കിലും സമൂഹത്തിന് തിരിച്ചു നൽകാം എന്നുള്ള ആശയങ്ങൾ പ്രത്യേകിച്ച് മാണി സാറിനെ വളരെ വലുതായിട്ട് പറഞ്ഞെങ്കിലും എനിക്ക് പേഴ്സണൽ അനുഭവം ഇത്രയും നല്ല ഒരു മനുഷ്യൻ, ഹംബിൾ റിച്വൽ പേഴ്സൺ, അതാണ് എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നത്. സാറിനോട് അതിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സമയത്ത് ഡി മലയാളിക്ക് എല്ലാവിധ ആശംസയും ഇനിയും വളരട്ടെ, വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു ഷിജു. എല്ലാ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. എൻ്റെ ഡാലസിലെ ആദ്യകാല സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ കേരള അസോസിയേഷൻ വളരെ പ്രോത്സാഹനമായിരുന്നു. 7 വർഷക്കാലം കൈരളി മാസിക പത്രാധിപരായിട്ട് പ്രവർത്തിക്കേണ്ട ഭാഗ്യമുണ്ടായി. കേരള അസോസിയേഷൻ്റെ സപ്പോർട്ട് നമ്മൾ ഈ ഡി മലയാളി അല്ലെങ്കിൽ IPCLD നമ്മൾ എല്ലാ സംഘടനകളോടും സഹകരിച്ചാണ് പോകുന്നത്. ആ രീതിയിൽ കേരള അസോസിയേഷൻ സപ്പോർട്ടും ഉണ്ടായിരുന്നു. നന്ദി. അടുത്തതായി എഴുത്തുകാരനും നമ്മുടെ ഡി മലയാളി പത്രത്തിൻ്റെ സപ്പോർട്ടറും നമ്മുടെ സ്പോൺസറും കൂടിയാണ് ശ്രീ രാജു വർഗീസ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, മുഖ്യാതിഥി, മറ്റ് ഭൂഷണിക്കുന്ന മാന്യവ്യക്തികൾ, 2 മിനിറ്റാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പാർലമെൻറ്റോ നിയമസഭയോ അല്ലാത്തത് മൈക്ക് ഓഫ് ചെയ്യും എന്നുള്ള ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. എങ്കിലും ഒരവസരത്തിൽ, ഇങ്ങനെയുള്ള ഒരവസരത്തിൽ നമുക്ക് എന്തെങ്കിലും നമ്മളതിനെക്കുറിച്ചൊന്ന് സ്മരിക്കുക അല്ലെങ്കിൽ നല്ല 2 വാക്ക് പറയുക എന്നുള്ളത് വളരെ അത്യാവശ്യമായി. അതിന് സമയമല്ല, കേൾവിക്കാർ അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് സമയത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇവിടെ 1ാമത് വാർഷികം അല്ലെങ്കിൽ 1ാമത്തെ വർഷമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, ഒരു കുട്ടി ഉണ്ടായാൽ ആദ്യത്തെ 1 വർഷത്തെ അതിൻ്റെ ചലനങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ സന്തോഷത്തോടെ വീക്ഷിക്കുന്ന അതിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ചുവട് അത് വെക്കുമ്പോൾ, അതിൻ്റെ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആനന്ദമാണ് ഇന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സന്തോഷം വരും കാലങ്ങളിൽ ഉണ്ടാകട്ടെ. അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ട നമ്മളെപ്പോലുള്ളവരുടെ കടമയും കർത്തവ്യമാണ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞുകൊള്ളുന്നത്. രണ്ടാമത്, ഈ പത്രപ്രവർത്തനത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് വലിയ കാര്യമായ അനുഭവം മറ്റു കാര്യങ്ങളൊന്നുമില്ല. പത്രം വായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. പക്ഷേ എങ്കിലും പത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് കാര്യവും നമ്മൾ മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിൻ്റെ ഉദാഹരണത്തിന് പറയുന്നുണ്ട്, ഈ പുതിയ നിയമം പഴയ നിയമം എന്ന് പറയുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ പുതിയ നിയമം പഴയ നിയമം എന്ന് പറഞ്ഞിട്ട്, എന്തിനാണ് പഴയ കാര്യങ്ങൾ? പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾ ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനും അത് ഒരു ചൂണ്ടുപലക ആവശ്യമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് പത്രം തുടങ്ങിയത്, ഇന്നത്തെ പത്രം എവിടെ നിൽക്കുന്നു, ചെറുതായിട്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരിക്കുന്നത് 59 BC ആദ്യമായിട്ട് പത്രം ഇറങ്ങിയത്. അത് പറഞ്ഞിരിക്കുന്നത് ജൂലിയസ് സീസറാണത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ പത്രം എന്ന് പറയുന്നത് ഒരു പത്രബന്ധനങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു പലക പോലെ ഒരു സാധനത്തിൽ നിന്ന് ഉണ്ടാക്കി പ്രദർശിപ്പിക്കുകയായിരുന്നു. പക്ഷെ അന്നും അതിനുണ്ടായിരുന്നൊരു കാര്യമുണ്ട്, ദ വിഷൻ ആൻഡ് മിഷൻ, അല്ലെങ്കിൽ എന്തിനായിരുന്നു അത് എന്നുള്ളത്. ജനങ്ങളെ സത്യങ്ങൾ അറിയിക്കാനും ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയിക്കാനും
അങ്ങനെയുള്ളൊരു ആൾക്കാരെ ഇത് അറിയിക്കുക എന്ന ഉദ്ദേശം. അപ്പം ആ ഉദ്ദേശം ഇപ്പോഴും മാറാതെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക്. കാരണം പല സംഗതികളിൽ നിന്ന് മുന്നോട്ട് പോയെങ്കിൽ അതിൻ്റെ ആ ഉദ്ദേശം എന്തിനാണ് പത്രം? നമ്മൾ പറയാറുണ്ട് ജനാധിപത്യ രാജ്യങ്ങളുടെ 4 കാലുകളിൽ ഒരു കാലാണ് പത്രമെന്നും മറ്റു 3 കാലുകളും പലതും ബാൻഡേജ് വെച്ചാണ് നിൽക്കുന്നതെങ്കിലും, പക്ഷേ ഈ പത്രപ്രവർത്തനത്തിന് ബാൻഡേജ് വെക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചില പത്രപ്രവർത്തകരുണ്ട് ബാൻഡേജിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ പ്രണോറായി വീണ്ടും അദ്ദേഹത്തിൻ്റെ 70 വയസ്സുകളിൽ എന്താ പറയുന്നത് വീണ്ടും മൈക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നുമില്ല, ഒരു ഫോണുണ്ട്, ഒരു മൈക്കുണ്ട്. പക്ഷെ അയാൾ വീണ്ടും വാശി വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നത് ഞാൻ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വിശദാന്വേഷണമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ പഴയ കാലങ്ങളിൽ നിന്നും പത്രപ്രവർത്തനം അല്ലെങ്കിൽ പത്രം എന്ന് പറയുന്ന സാധനം വളർന്നോളാണ്. എന്താ പറയുന്നത്, പ്രിന്റിൽ നിന്ന് പിക്സൽസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പഴയ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇതിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ പത്രം ഒന്നേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ന്യൂസുകൾ ഇന്ന് വിവിധ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് നോക്കുന്നത്. 24 മണിക്കൂർ നമ്മൾ കാത്തിരിക്കുന്നില്ല അടുത്ത ന്യൂസിന് വേണ്ടി. ഒരു പത്രം വായിച്ച് അടുത്ത 24 മണിക്കൂർ ചിലവാക്കാൻ നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മൾ ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ ന്യൂസുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ന്യൂസുകളെല്ലാം അതിന് പാലിക്കേണ്ട മര്യാദകളുണ്ട് എന്നുള്ളതാണ് അതിൽ പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിന് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ കിടക്കുന്നില്ല. പത്രപ്രവർത്തനത്തിൻ്റെ ധർമ്മം നഷ്ടപ്പെടാതെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ന്യൂസുകൾ എത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചു ഇതിൻ്റെ ഭാരവാഹികൾക്കുമെല്ലാം നന്ദി, നമസ്കാരം. താങ്ക് യു രാജേഷ് സാർ. അദ്ദേഹം ഡി മലയാളിയുടെ സപ്പോർട്ടറും കൂടിയാണ്, സ്പോൺസറും കൂടിയാണ്. നന്ദി. മാധ്യമധർമ്മത്തെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുവാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി സാധിച്ചു. നന്ദി. അടുത്തതായി ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ മാത്യു നനാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Sir. Warm welcome to everybody, guests, and all of you. First of all, almost congratulations to the Team Malayali. Always wondered, in such a big diaspora here in Dallas, where we have so many Malayalis, why is there not newsletter? And last year, Pipi Cherian, Sanjay, and all the leadership are really my sincere thanks to all of you for arranging such a newsletter. It's very instrumental in our community. Don't think it's a milestone as far as you do the right job of putting the right news in there. You're gonna keep going for a long time. So once again, thank you. To say about Mani sir, my brother-in-law is a student over there in McCallum, Shibu Paulos. So saying that, once again, thank you and congratulations. താങ്ക് യു മാത്യു നനാൻ. ഞാൻ സ്നേഹത്തോടെ സതീഷ് എന്ന് വിളിക്കുന്ന മാത്യു നനാൻ. താങ്ക് യു. അടുത്തതായി അടുത്ത വ്യക്തിക്ക് ആർക്കും ഇൻട്രഡക്ഷൻ ആവശ്യമില്ല, അടുത്ത ഒട്ടും ഇൻട്രഡക്ഷൻ ആവശ്യമില്ല. അദ്ദേഹം ഇങ്ങനെ ഗൾഫിലൊക്കെ കുറച്ചാൾ ജോലി ചെയ്ത് അമേരിക്കയിൽ വന്നിട്ട് സാമൂഹ്യ പ്രവർത്തനം തുടങ്ങി, പല സംഘടനകളും പ്രവർത്തിച്ച് മലയാളികളൊക്കെയാണ് നാട്ടിലെ സ്ഥലത്തിൻ്റെ പേരിൽ ഒക്കെ തുടങ്ങിയിട്ട് അദ്ദേഹത്തോട് ഞാൻ അവസരം പറഞ്ഞു, ഇനി വിശാലമായി ചിന്തിക്കണം. ഈ കമ്മ്യൂണിറ്റി പിന്നെ സിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുക. അങ്ങനെ അദ്ദേഹം വളരെ പി സി മാത്യുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പി സി അത് സ്റ്റേജിലിരിക്കുന്ന അതിഥികളെ, വിശേഷായകളെ വെച്ചിട്ടുള്ള മറ്റ് ലീഡേഴ്സ്, എസ്പെഷ്യലി ഈ മലയാളിയുടെ ഭാരവാഹികളെ, ആദ്യമായിട്ട് ഈ മലയാളിയെ എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അതാണ് നമ്മുടെ കൂടി ആദ്യമായി എല്ലാ ആശംസകളും ഞാൻ ആത്മാർത്ഥമായി നേരുകയാണ്. നിങ്ങൾക്കറിയുന്ന ഒരു കഥ, സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന റോബർട്ട് ദ ബ്രൂസ് പല യുദ്ധത്തിലും തോറ്റതിന് ശേഷം ഒളിച്ച ഒരു ഗുഹയിലിരിക്കുന്നു. ഒരു ചലന്തി പല പ്രാവശ്യം മലകെട്ടാൻ നോക്കിയിട്ട് നടക്കാനിട്ട് അവസാനം അത് ചാടി പിടിച്ച് ആ മല
നെയ്യുന്ന കണ്ടപ്പോൾ ഇൻസ്പിറേഷനായിട്ട് അദ്ദേഹം വീണ്ടും യുദ്ധം ചെയ്തു ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചത്. അപ്പം അദ്ദേഹം ഫീൽ ചെയ്തത് ഫെയിലർ ഈസ് നോട്ട് ദ എൻഡ്, പെർസിസ്റ്റൻസ് ലീഡ്സ് ടു വിക്ടറി. മറക്കരുത്. അതുകൊണ്ട് ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഒരു മഹാനായ വ്യക്തിൻ്റെ അടുത്ത് എനിമേറ്റ് ഫണ്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്. ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ എന്തൊരു വിശേഷം ഒത്തിരി ദിവസം അയാൾ കണ്ടിട്ട് പറയുമ്പോൾ അതിനെ ചുറ്റും ഇലക്ഷൻ ഒന്നും ജയിക്കുന്നില്ലല്ലേ. നമ്മുടെ മലയാളികളുടെ ഉള്ളിൽ പലരും ജയിക്കുന്ന ഇഷ്ടമുള്ള 50% ഉണ്ട്, തോക്കാൻ ഇഷ്ടമുള്ള 50% ഉണ്ട്. ശരിയല്ലെങ്കിൽ നിങ്ങളൊന്ന് പറ, ശരിയാണ്. ഞാൻ മനസ്സിലാക്കി ശരിയാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ജയിക്കാനുള്ള സംഗതി പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കി, ആഫ്രിക്കൻ അമേരിക്കൻ വേണ്ടി പല മീറ്റിംഗിൽ ഞാൻ പോയിട്ടുണ്ട്. അവർ ചെയ്തിട്ട് അവരെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യും, അവർ എൻഡോസ് ചെയ്യും. നമ്മുടെ ആളുകൾ എന്ത് ചെയ്ത് നമുക്ക് എൻഡോസ് ചെയ്യത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ 4 കാൻഡിഡേറ്റ്സുണ്ട്, 4 കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് സെക്യുലറായിട്ട് നമ്മൾ എൻഡോസ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നിയമപരമായിട്ട് തെറ്റില്ല. ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ PP സാറിനെ ഒരു ഇൻട്രഡക്ഷൻ ചെയ്തു. പല പ്രാവശ്യം ഇലക്ഷൻ നിൽക്കുന്ന ആൾ ചിരിക്കുകയും ചെയ്തു. എനിക്ക് വളരെ കണ്ടുപോലെ ഫീൽ ചെയ്തു. ചിലപ്പം ഞാൻ തോന്നുന്ന സന്തോഷമായിരിക്കാം, ചിലപ്പം സങ്കടമായിരിക്കാം, എന്താണെന്ന് ദൈവം അറിയുള്ളൂ. എന്തായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഈ പറഞ്ഞ റോബർട്ട് ബ്രൂസിൻ്റെ അതേ ഫീലിംഗ് ആണ് എനിക്കെതിരെ ആദ്യമായി 2020 ജയിച്ച 4 പ്രാവശ്യം മറ്റുള്ള തോറ്റതിന് ശേഷമാണ് ഒരു മലയാളിയെ എന്നെ തോൽപ്പിക്കാൻ എളുപ്പമായിട്ട്. ഞാൻ രണ്ടാമത് 4 പേർ മെസ്സേജ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് എല്ലാം. അപ്പോൾ 2027 ഞാൻ കാറിൻ്റെ ആ കൗൺസിലർ ഞാൻ കഴിയുമ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മത്സരിച്ച് ജയിക്കും എന്നൊരു വലിയ വിശ്വാസമാണ്. PP ഞാൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എല്ലാ ഇലക്ഷനും നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പോസിറ്റീവോടെ ഇരിക്കുന്നില്ല, കാരണം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ 2021 ശേഷം പിന്നെ സിറ്റി ഓഫ് ഗവൺമെൻറ് എൻവയോൺമെൻറ്റ് ബോർഡ് നോമിനേറ്റ് ചെയ്ത് ഞാൻ ബോർഡ് സെർവ് ചെയ്തു. പിന്നെ സീനിയർ സിറ്റിസൺ കമ്മീഷനായിട്ട് കറണ്ട് കൗൺസിലറാണ് ഞാനോട് മത്സരിച്ചാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ മേയറെ ഞാൻ എൻഡോഴ്സ് ചെയ്ത് ആ മേയറാണ് ജയിച്ചത്. കാരണം ഞാൻ ആ പേര് വെച്ചിട്ട് ഞാൻ 3ാമത്. ഓക്കെ, അന്ന് മേയറെ ഞാൻ എൻഡോഴ്സ് ചെയ്ത് ഞാൻ ശരിക്കും മേയർ ജയിച്ചു. മേയർ 79 വോട്ട് എടുത്ത് പോയിട്ട് ആദ്യത്തെ 2026 വോട്ട് എഴുതിയിരിക്കുന്നു. എന്നെ പറഞ്ഞു അതിന് ശ്രദ്ധപ്പെടുന്ന സമയത്ത് 3 മിനിറ്റ് പ്രസംഗിക്കാൻ സിറ്റി ഹോളത്തിന് അവസരം. നമ്മളിപ്പോൾ ചെയ്യണം ഒരു 7 ദിവസം ഈ ഓർത്തഡോക്സ് പള്ളിയുടെ ഒരു ആവശ്യത്തിന് ഒരു ടെക്സ്റ്റ് മെസ്സേജിനാണ് അച്ഛൻ അപ്പോയിൻമെന്റ് എടുത്ത് കൊടുത്തത് മേയർ. അതാണ് റിലേഷൻ. കേരള സ്പെഷ്യൽ കഴിയുമ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അപ്പോയിൻമെന്റ് കൊടുത്തു. അപ്പം എപ്പോഴും നമ്മൾ ജയിക്കണമെന്നില്ല. പേഴ്സുവേഷൻ ഇസ് പവർ. അത് ഞാൻ കോളേജ് പഠിച്ചിട്ടുള്ള ഈ പല ക്ലാസ്സിലൊക്കെ പോകും. പേഴ്സുവേഷൻ ഇസ് പവർ. നമുക്ക് കോൺടാക്ട് നമ്മുടെ ആ സ്ഥാനത്ത് വേണമെന്നില്ല, നല്ല ബന്ധങ്ങളുണ്ട്. അത് ചിരിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഈ കേരളം തരച്ചു വേണമെങ്കിൽ നിങ്ങളുടെ കേരളം തയ്യാറാണ്. ഈ പ്രസ്തുതത്തിൻ്റെ എല്ലാ പരിപാടികളും ഞാൻ കൊണ്ടുപോയി. ഒരിക്കലും അവിടെ എൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല, അത് ഷൗട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഷൗട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക്. പക്ഷേ പിന്നീട് ബോർഡ് പറയുന്നത്, പക്ഷേ അദ്ദേഹം വളരെ പോസിറ്റീവ് പറയാം. എനിക്ക് വളരെ ഫീൽ ചെയ്ത് കുറച്ചുകൂടി ചിരിക്കുമ്പോൾ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ടീം മലയാളി. എൻ്റെ എല്ലാ സപ്പോർട്ടും. സിജുവാണ് എന്നെ ഇൻസ്പയർ ചെയ്ത് ഈ ഇലക്ഷൻ ഇറക്കിയ സിജു ഒറ്റൊരാണ്. അത് പറയാതിരിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ ചിന്തിക്കാത്ത ഇൻസ്പിറേഷൻ വരാം ഇദ്ദേഹം. അപ്പോൾ ടീം മലയാളി എന്തുമാത്രം അല്ലെങ്കിൽ പ്രസ് ക്ലബോട് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നാലും ഇലക്ഷൻ വന്നപ്പോൾ എനിക്കതിനെ വേറെ മനസ്സിലായി ഷിബു മനസ്സിലാക്കി സന്നിവാളേക്ക് എൻഡോസ് ചെയ്താലേ ഷിബുവിനെ. അപ്പോൾ ഞാൻ സന്നിവാളേക്ക് നിർത്തില്ല. ഇവരെ സംസാരിക്കാൻ നല്ല മനസ്സിലായി. കാരണം പീസ് പോയാൽ ശത്രുവിനെ സ്നേഹിക്കുക. PC Mani sir, Benichaya, thank you. ഇനിയുള്ള ഇലക്ഷൻ എല്ലാം വിജയിക്കട്ടെ ആശ്വസിക്കുന്നു. ഓരോരുത്തരും മുമ്പോട്ട് കയറി ജസ്റ്റ് ഗവൺമെന്റ് മാത്രമല്ല ടെക്സസ് എന്ന് പറയാം ഒരു നാൾ ഈ നിശ്ചയദാർഢ്യം കഠിനാധ്വാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന പദവികൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്ന പ്രാർത്ഥന. അടുത്തതായി നമ്മുടെ ഡീമലയുടെ ഭാഗമാണ്, IPCയുടെ ഭാഗമാണ്. ഒരു പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്, എക്സ്പ്രസ് മലയാളത്തിൻ്റെ ചീഫ് എഡിറ്ററായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജാ സാറിനെ 2 മിനിറ്റിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് ആദ്യം നമ്മുടെ
എനിക്ക് തോന്നുന്നു ഇങ്ങനെ എല്ലാ മലയാളികളുടെയും സഹായവും സഹകരണം എപ്പോഴും നാം കൂടുതലുണ്ട്. അത് ഫ്രീ ആയിട്ട് കാണാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു എല്ലാവർക്കും ഉണ്ട് സ്നേഹബന്ധത്തെ അറിയിക്കും. ഞാൻ ഒരു പത്രം നടന്ന ആളാണ്. അപ്പൊ തന്നെ ഒരു പത്രം മുന്നോട്ട് ഒരു വർഷം പിന്നിട്ട് സ്വാഭാവികമായിട്ടും അത്ര ഈസി ഉള്ളതായിരുന്നു. അഭിനന്ദനം പറയുവാണെങ്കിൽ എൻ്റെ ആശ്വാസമാണ് ഏറ്റവും കൂടുതൽ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തത് നമ്മുടെ ഇതൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ പത്രം തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ചെറിയ സാറിനെ സംബന്ധിച്ചോളം രാമയില്ല, രാത്രി 12 മണി 1 മണിക്കൊക്കെ ന്യൂസ് എഴുതാന്ന് പറഞ്ഞത് ആ മനുഷ്യനെ പരാജയം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഈ ടീമിലെ അതുപോലെ മറ്റേ സണ്ണി സാറ് ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അവരെല്ലാവരും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ഇടയാകട്ടെ. മാത്രമല്ല, ഒരു പത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ സാഹിത്യരചന പോലെയാണ്. സമൂഹത്തിലെ അഴിമതികളും അന്യായങ്ങളും ഒക്കെ തോന്നിക്കാട്ടി ഈ സമൂഹത്തെ പ്രബുദ്ധരായി തീർക്കാൻ നല്ല പത്രത്തിന് ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ പത്രങ്ങൾ നടത്തുന്നവരുണ്ട്. അവർ പർട്ടിക്കുലർ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രം പ്രതിദാനിച്ചുകൊണ്ട് വാർത്തകൾ പ്രസിദ്ധീകരിക്കും. അത് സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമായി. നമ്മൾ പത്രപ്രവർത്തനം നടത്തുമ്പോൾ എപ്പോഴും അവർക്ക് രാഷ്ട്രീയമുണ്ട്. ഒരിക്കലും ഒരു പത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല. അവർക്ക് വ്യക്തിപരമായിട്ട് എഴുതാം, പക്ഷേ പൊതുജനത്തിന്റെ പൊതു നന്മയായി. അതാണ് നമ്മുടെ പത്രപ്രവർത്തനത്തിന്റെ പ്രധാന ദൗത്യം. ആയതുകൊണ്ട് തുടർന്നും ഈ പത്രം അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ അതിന്റെ പിന്നിൽ ശക്തിയായിട്ട് നിങ്ങളുടെ സഹകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വായനയിൽ കൂടെ, എഴുത്തിൽ കൂടെ, സാമ്പത്തിക സഹായത്തിൽ കൂടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ദൈവത്തിനെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ സ്ഥാനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വയ്ക്കുന്നു. നന്ദി. ഇനിയും അനവധി ആശംസകളുണ്ട്. ഇടയ്ക്കൊരു ബ്രേക്ക് ആയിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. ദീപ ജെയ്സൺ ആലപ്പാടും മുമ്പോട്ട് കടന്നു വന്ന് ഒരു ഗാനം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പഴയ ഗാനമാണ് ഞാൻ ആരംഭിക്കുന്നത്. ഈ മലയാളികൾക്കും അതിൻ്റെ സാരികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. Thank you.
താങ്ക് യു. അടുത്തതായിട്ട് ലാനയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ സാമുലോന സാറിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. പി ചെറിയാൻ സാറ്, അതുപോലെ തന്നെ വിശിഷ്ട അതിഥി മണി സാഗർ സാറ്, ലാനയുടെ മുൻ പ്രസിഡന്റും ലാനയുടെ തുടക്കക്കാരനുമായ ബഹുമാനപ്പെട്ട തമ്പിമണ സാറ്. ഇവിടെ 2 മിനിറ്റ് എനിക്ക് അനുവദിച്ചിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഈ ആശംസ അവസാനിപ്പിച്ചേക്കാം. ഈ പ്രസ്, അതായത് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി ഈ മാധ്യമരംഗത്തിൻ്റെ ചിത്രം മാറിയെന്നുള്ളതാണ് ചരിത്രം. അതിന് പിന്നെ സാറ് പറഞ്ഞതുപോലെ വാർത്തകൾ അറിയിക്കാനായിട്ട് വിവിധ മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒരു റൂമിലിരിക്കുകയാണെങ്കിൽ നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 ലോകത്തായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ അവരെല്ലാം ഓരോരോ ഡിവൈസുകൾ ഓപ്പൺ ചെയ്ത് അവരുടേതായ ലോകത്താണ് നിന്നത്. പണ്ട് രാവിലെ ഒരു പത്രം കിട്ടിയിരുന്നു, പിന്നെ ആ റേഡിയോയിലൂടെ വാർത്തകൾ കേട്ടിരുന്നു, ഒരു ടി വിയും ഒരു ചാനലും ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വാർത്തകൾ അറിഞ്ഞിരുന്നു. അപ്പം മനുഷ്യൻ എപ്പോഴും പുതുകയാണ്, എന്തെങ്കിലും പെട്ടെന്ന് അറിയണം. അത് ഒരു വാർത്ത നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേന്ന് രാവിലെ അറിഞ്ഞുകൊണ്ടിരുന്നത് ടി വിയിലൂടെ അന്നേരം അറിയാൻ തുടങ്ങി, റേഡിയോയിലൂടെ ആ സമയത്ത് തന്നെ അറിയാൻ തുടങ്ങി, അല്ലെങ്കിൽ റേഡിയോയുടെ വാർത്ത വരുമ്പോൾ മാത്രം നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സംഭവം തന്നെ ഒരു റിലേ ഇല്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ കയ്യിലെത്തിക്കുന്നതിന്, ആളുകളുടെ എത്തിക്കുന്നതിന് വളരെ ഈസിയാണ്. അതിന് ഒരു ഡിജിറ്റൽ യുഗം എന്ന് പറയാം. സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡിജിറ്റൽ സാഹിത്യം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാർ ഈ ഡിജിറ്റൽ മീഡിയയിലൂടെ മാത്രം എഴുതി പ്രശസ്തരായിട്ടുണ്ട്. പ്രസ്സില്ലാതെ, അക്ഷരങ്ങൾ പ്രിൻ്റ് ചെയ്യാതെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എഴുതിയ ആർ രാജശ്രീ. രാജശ്രീ ഈ കല്യാണിയും ദാക്ഷായണിയും എഴുതി തുടങ്ങിയത് ഫേസ്ബുക്കിലൂടെയാണ്. അപ്പോൾ ഫേസ്ബുക്കിലൂടെ എഴുതി അതിനുശേഷം അതിന് മുന്നേ ഒരു കഥ എഴുതിയിരുന്നു, ഒരു 20 വർഷം മുന്നേ. എന്നാൽ ഈ ഫേസ്ബുക്കിലൂടെ കല്യാണിയും ദാക്ഷായണി എഴുതി കഴിഞ്ഞ് ആളുകൾ വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് പുസ്തകമാക്കുകയും പിന്നീട് അത് ബെസ്റ്റ് സെല്ലറായിട്ട് മാറുകയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി വെച്ചു. അതിനുശേഷം അവരുടെ ആത്രേയം, ഇപ്പോൾ പുതിയ ഇറങ്ങിയ പുസ്തകമാണ് ആത്രേയം, ഒരുപാട് ആളുകൾ വായിക്കുകയും ബെസ്റ്റ് സെല്ലറാകുകയും ചെയ്തു. ഇപ്പോൾ അവർ കമലാദർശനം എന്നൊരു നോവല് മാതൃഭൂമി വീക്കിലിൽ കണ്ടശ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡിജിറ്റൽ യുഗത്തിൽ വാർത്തകൾ എത്തിക്കുന്നതിന് ഒരു പ്രയാസമില്ലാതായിരിക്കുന്നു. ഇന്ന് നടക്കുന്ന സമയം ഇപ്പോൾ തന്നെ മറ്റുള്ളവർ എത്തിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾ വളരെ പെട്ടെന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പത്രപ്രവർത്തകന് ഇന്ന് അധികാരം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പത്രക്കാരനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, പത്രക്കാരെ ഭയക്കുന്ന ഒരു അധികാരം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുന്നത്. അവർക്ക് ഈ സമൂഹത്തോട്, ഈ ലോകത്തോട് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ പത്രക്കാരനാണെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് ആ പത്രക്കാരൻ്റെ മുന്നിൽ ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും, അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. അതുകൊണ്ട് ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ പത്രക്കാരന് വളരെയേറെ ചെയ്തു തീർക്കാനുണ്ട്. അവനെ ഭയപ്പെടുന്ന ഒരു അധികാരവർഗമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏറ്റവും കൂടുതൽ അധികാരം ഭയപ്പെടുന്നത് പത്രക്കാരനെയാണ്. പത്രക്കാരൻ വളരെയേറെ ചെയ്യാനുണ്ട് ഈ സമൂഹത്തിന് വേണ്ടി. അതുകൊണ്ട് അത് എത്രയും വേഗം ആളുകളെത്തി. അതുകൊണ്ട് ആ ടി വിയിലൊക്കെ ഫ്ലാഷ് ന്യൂസ്, ഞങ്ങൾ ആദ്യം പ്രസിദ്ധീകരിക്കുന്നു ഫ്ലാഷ് ന്യൂസ്. നമ്മൾ ഓർക്കുക, ഓരോ വീട്ടിലും 10 പേരുണ്ടെങ്കിൽ 10 ലോകത്ത് ജീവിക്കുന്ന അവരുടെ മുന്നിലേക്ക് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും പുതിയ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തോട്, ഈ രാജ്യത്തോട്, ഈ ലോകത്തോട് പ്രതിബദ്ധതയുള്ള, ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗം തന്നെയാണ് പത്രക്കാർ. അവർക്ക് ഏറെ ചെയ്യാനുണ്ട്. അങ്ങനെ കഴിഞ്ഞ 1 വർഷമായി ഇന്ന് ഏത് വാർത്ത കിട്ടിയാലും അപ്പോൾ തന്നെ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം മാധ്യമപ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഡി മലയാളി ഇന്ന് പി ചെറിയാൻ സാറിൻ്റെ നേതൃത്വത്തിൽ 1 വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഡാൻസുള്ളവർക്കും അമേരിക്കയിലുള്ള മലയാളികൾക്കും ലോകത്തുള്ള മലയാളികൾക്കും ഏറെ അഭിമാനിക്കാം. ഇങ്ങനെ അഭിമാനിക്കത്തക്ക രീതിയിലേക്ക് ഒരു പത്രത്തെ വളർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞതിനുള്ള
സന്തോഷം ഞാൻ അറിയിക്കുന്നതോടൊപ്പം വിക്ടറി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ലാനയുടെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സാമർ സാർ. അടുത്തതായിട്ട് KLSൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബാജി ഓടമേലി. നമസ്കാരം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ആശംസ പറയണമെന്ന് വിചാരിച്ചത്. അല്ല, ഞാനൊരു വലിയ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് വന്ന് പഠിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ പറയാമായിരുന്നു. ഇപ്പോഴും ഓടി വന്ന് പറയുക ആശംസ പറയണമെന്ന് ഒന്നുമില്ല. 2 മിനിറ്റൊക്കെ. KLS എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുന്നില്ല ചിലർക്കെങ്കിലും. എനിക്കാദ്യം മനസ്സിലാകത്തില്ല. ഞാൻ പത്രത്തിൽ വായിച്ചു നോക്കുമ്പോൾ KLSൻ്റെ വാർഷികം, KLSൻ്റെ KLS കേരള ലിറ്റററി സൊസൈറ്റി 52 പേരുള്ള ഒരു ചെറിയ സംഘടനയാണ് കേരള ലിറ്റററി സൊസൈറ്റി. അതിനെയാണ് ഒരു ചുരുക്കി പറയുന്നത് KLS. അതിൻ്റെ സെക്രട്ടറിയൊക്കെയാണ് ഞാനിങ്ങനെ ഫോട്ടോയൊക്കെ വരച്ചിട്ട് എഴുതിക്കുകയാണ് പറഞ്ഞു കേട്ടോ. നല്ല സന്തോഷമാണ്. ഡാലസിലെ എഴുത്തിനോടോ വായനയോടോ ഒക്കെ താല്പര്യമുള്ള കുറേ പേരെ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് 33 വർഷമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ആ കൂടുതൽ ഈ വർഷം എന്നെ അതിൻ്റെ സെക്രട്ടറി ആക്കി. ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആരെയും പഠിത്തില്ല. എവിടെയെങ്കിലും നിങ്ങളുടെ കൈരളിൽ പോലും ഒരു കഥയോ കവിതയോ എഴുതി കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിക്കും. നമ്മുടെ കൂടെ വരണേ, നിങ്ങൾ എഴുതുന്ന ആളല്ലേ, വായിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആരെയും വിടാതെ ഡാലസിലുള്ള എഴുത്തും വായനയും സ്നേഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കേരള ലിറ്റററി സൊസൈറ്റി എന്നും ഡി മലയാളിക്ക് ഒപ്പമാണ്. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അതിൻ്റെ 3/4 പങ്ക് മെമ്പേഴ്സും ഞങ്ങളുടെ മെമ്പേഴ്സാണെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ചില ബിസിനസ്സൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ട് 1, 2, 3 വർഷമൊക്കെ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിലേറ്റവും കൂടുതൽ സ്ട്രഗിൾ ഉള്ളത് 1-ാം വർഷമാണ്. അതങ്ങോട്ട് കടന്ന് കിട്ടിയാൽ ഇച്ചിരി ആശ്വാസമാണ്. 2-ാം വർഷം അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ നന്നായിട്ട് കുതിച്ച് മുന്നോട്ട് പോകും. ആ സ്ട്രഗിൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞ വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ തെല്ലാം അഭിമാനിക്കാൻ വകയുണ്ട്. നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സ്കോപ്പ് നമ്മുടെ മുമ്പിൽ തുറന്ന് തന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഡി മലയാളിക്ക് നേരുന്നു. ഞാനൊരു ആശംസ ഇങ്ങനെ ഇച്ചിരി ആലോചിച്ച് എഴുതി ഡി മലയാളിയിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതല്ല വായിച്ചോ? കണ്ടു കാണിച്ചിട്ടൊക്കെ, പക്ഷെ എല്ലാവരും വായിച്ചില്ല. ഞാൻ നല്ല മെനക്കെട്ടൊരു 3-4 ദിവസം എടുത്ത് എഴുതിയതാണ്. ഒരു 10-20 വാചകമൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വായിക്കണം. അതാണ് എൻ്റെ ആശംസ. താങ്ക് യു. താങ്ക് യു ബാജി. ഇനി ഒരു പാട്ട് കേട്ടാലോ? അനുഗ്രഹീയ ഗായകൻ ടോം ജോർജിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ബാലകൾക്ക് പ്രത്യേകം നന്ദി. ഞാനൊരു പഴയൊരു ഗാനം ആരംഭിക്കാം. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പൂവി അതിലോലനെ ഇടനാഴിയിൽ ഇൻകട മധുരമാം കാലുച്ച കേട്ടു മധുരമാം കാലുച്ച കേട്ടു വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പൂവി അതിലോലനെ ഇടനാഴിയിൽ നിൻകല മധുരമാം കാലുച്ച കേട്ടു മധുരമാം കാലുച്ച കേട്ടു. ഹൃദയത്തിൻ തന്തിയിൽ ആരോ വിരൽ തൊടും മൃദുലമാസ്വരം പോലെ ഇലകളിൽ ജലകണവിറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരി തരിച്ചു പോയി അറിയാതെ കോരി തരിച്ചു പോയി
വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പൂകേ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു. ഹിമബിന്ദു മുഖപടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെ ഉഴറും പോലെ ആരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും പ്രസന്ധ്യ പൂവേ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു. താങ്ക് യു. താങ്ക് യു ടോം. എഴുത്തുകാരനും സംഘാടകനും പത്രപ്രവർത്തകനുമായ ശ്രീ SP ജെയിംസിനെ അദ്ദേഹം ദിവ്യധാര പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അതായത് എല്ലാവർക്കും സന്ധ്യാവനം ഞാൻ ഇവിടെ തുടങ്ങണം, ഇവിടെ നമുക്ക് ഒരു ചിന്താഗതിയുണ്ട്. കാരണം ഞാൻ ഡിറ്റാച്ച് ഫ്രം ദി മലയാളി കമ്മ്യൂണിറ്റി എസ്പെഷ്യലി ആൻഡ് അറ്റാച്ച് വിത്ത് പെന്റിക്കോസ്റ്റൽസ്. ഇന്ന് അധ്യക്ഷത അലങ്കരിക്കുന്ന എൻ്റെ സ്നേഹിതൻ ബ്രദർ ആണോ? ഐ തിങ്ക് യു ആർ ദ moderator Shiju George and the chief guest Dr. Mani Skaria Kotte. പിന്നെ ഞാൻ സ്നേഹിക്കുന്ന നമ്പിമട സാർ. I know him from 1985. I came to this country in 1985. പിന്നെ PP ചെറിയൻ സാർ. ഞാൻ PP ജെയിംസ് അദ്ദേഹത്തിന് ബ്രദറാണെന്ന് വിചാരിച്ചു. Greetings to all in the wonderful name, the young and the old and young at heart, everybody, എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ഞാൻ ദിവ്യധാര മ്യൂസിക്കിൻ്റെ കോർഡിനേറ്റർ ആൻഡ് ദിവ്യ വാർത്ത പബ്ലിക്കേഷൻസിൻ്റെ ചീഫ് എഡിറ്ററായിട്ടും പ്രവർത്തിക്കുന്നു. ഇവിടെയുള്ള ഞാനിവിടെ 2 കൂട്ടരെ ആൾക്കാരെ കാണാം. ഒന്ന് പരിചിതർ, മറ്റ് അപരിചിതർ. എനിക്ക് നോക്കിയപ്പോൾ ഞാൻ ഇവിടെയുള്ള വന്നിട്ടുള്ള എല്ലാവരും പരിചിതരായി. എനിക്ക് കൂടുതലും എല്ലാവരും ഈ മുൻനിരയിലിരിക്കുന്നതിൽ 75% ആൾക്കാരെ ബാക്കിലിരിക്കുന്ന പലരെയും എനിക്കറിയാം. ഇവിടുത്തെ ഏതൊരു വീട്. താങ്ക് യു. അതായത് ഡി മലയാളി, ഐ തിങ്ക് ഡാർസ് മലയാളി മീൻസ് റൈറ്റ്. ഡി മലയാളിയെ പറ്റി നല്ല അഭിപ്രായം എനിക്കുള്ളൂ. ഞാനത് ഇന്ന് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറയട്ടെ, നല്ല മനോഹരമായ ഗാനങ്ങളും ആശയസമ്പുഷ്ടമായ പ്രഭാഷണങ്ങളും കേട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ പേരുണ്ടെന്ന് ഷിജു ഇങ്ങനെ കൈ കാണിച്ചു ഉണ്ടെന്നുണ്ടോ. ഞാനോർത്തു ഐ ജസ്റ്റ് കം ആൻഡ് ജോയിൻ വിത്ത് യു ആൻഡ് എൻജോയ് യുവർ സെലിബ്രേഷൻ. PP ചെറിയൻ സാറിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് വാർത്തകൾക്ക് ഒരു ഇതില്ല, ഒരു പഞ്ഞമില്ലെന്ന് പറഞ്ഞാൽ നാടൻ ഭാഷ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമെയിലുകളും ഡി മലയാളിയിലുള്ള വാർത്തകളും വളരെയധികം അദ്ദേഹം പ്രകടനം ചെയ്യുന്നു. ഞങ്ങൾ പബ്ലിക്കേഷനിലും അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്.
അങ്ങനെ എൻ്റെ ഒരു ഭാരമൊക്കെ കുറയുന്നു. അല്ലെങ്കിൽ ഞാനൊരു വൺ മാൻ ഷോ പോലെ, ഇദ്ദേഹം വൺ മാൻ ഷോ എന്ന് ഞാൻ പറഞ്ഞു, ഇവരുടെ എല്ലാം പേരുണ്ടെങ്കിലും ഈസ് ദ വൺ ഐ എം മേക്കിംഗ് ദിസ് 1 year ആനിവേഴ്സറി സക്സസ്ഫുൾ. ഐ ബിലീവ് ദാറ്റ്. പക്ഷെ നിങ്ങളെല്ലാം സപ്പോർട്ടുണ്ട്. പക്ഷേ ഈസ് ദ വൺ ഡേ ആൻഡ് നൈറ്റ്. അവരെ പറഞ്ഞ പോലെ ഞാൻ എന്നെ 11 മണിക്കൊക്കെ വിളിക്കും. പക്ഷേ ഐ വെൻ നോർമലി ഗോ ടു സ്ലീപ്പ് മേബി ആഫ്റ്റർ 11 or something. എനിവേ ദി മലയാളിയുടെ വളർച്ച അത് വളരെയധികം കമൻറ്റബിൾ. കാരണം ഐ തിങ്ക് 1000 or about 1000 idea ഉണ്ട് അല്ലേ? ഐ തിങ്ക് യെസ്, ഐ വാച്ചിങ് ദാറ്റ്. My publication only is 450 because we are concentrated in the Christian community mostly. I'm sorry to say, don't say any other party. We are mostly involved with the Christian edifications. Anyway, ഈ ഡി മലയാളി നാൾക്കുനാൾ വളർന്ന് പന്തലിച്ച് ഈ ദേശത്തിന് മാത്രമല്ല നോർത്ത് അമേരിക്ക, ഇപ്പം കാനഡയിൽ കടക്കാൻ പോകണേ, എവിടെയൊക്കെ പോകുന്നുണ്ട് അവർക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ സെൻഡ്. ഗോഡ് ബ്ലസ് യു. അടുത്തതായി IAPCയുടെ ഭാരവാഹിയായിരിക്കുന്ന പട്രീഷ 2 മിനിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡി മലയാളിയുടെ നെടും തൂണായ PP ചെറിയാൻ സാറിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. 1 വർഷം മുന്നേ ചെറിയ ചുവടുവയ്പ്പുമായി ഇത് തുടങ്ങിയ വലിയ ഗോൾ, വലിയ മിഷൻ, വലിയ വിഷനൊക്കെ ആയിട്ട് തുടങ്ങിയ ഡി മലയാളി ഇന്ന് 1 year സക്സസ്ഫുൾ ഇവൻ്റ് നടത്തുമ്പോൾ അവരുടെ വിഷൻ എന്താണോ അത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും കരുത്തോടുകൂടെ ഡി മലയാളി പത്രത്തിന് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സത്യസന്ധമായ പത്രപ്രവർത്തനത്തിലൂടെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് കൃത്യമായ വാർത്തകൾ നമ്മളുടെ പ്രവാസികൾക്കിടയിൽ അത് നൽകി അതിനൊരു എന്താ പറയുക, ഒരു ക്രെഡിബിലിറ്റി ഇപ്പോൾ കൊടുക്കുന്നത് പോലെ തന്നെ മുന്നോട്ടും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവിധ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു. ആൻഡ് എന്നെ ഇവിടെ ഇതിന് ക്ഷണിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ഏത് രാത്രിയിലും എപ്പോഴാണെങ്കിലും നമ്മളൊരു വാർത്ത ഡി മലയാളിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും കൂടാതെ അത് പ്രസിദ്ധീകരിക്കുന്ന PP ചെറിയാൻ സാറിനും സണ്ണി മാളിയേക്കലിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു പട്രീഷ. അടുത്തതായിട്ട് IPCNTയുടെ മെമ്പറായിരിക്കുന്ന നമ്മുടെ ഡി മലയാളിയുടെ സപ്പോർട്ടറായിരിക്കുന്ന ഡി മലയാളിയുടെ ഭാഗമായിരിക്കുന്ന ശ്രീ AB മക്കപ്പുഴ 2 മിനിറ്റ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്നേഹനിധികളായ മുഖ്യ അതിഥികളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡി മലയാളി പേപ്പറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേടുക എന്ന ദൗത്യത്തിന് വേണ്ടിയാണ്. ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ പേര് AB മക്കപ്പുഴ. ഞാൻ ഇപ്പോൾ ഈ മലയാളികൾക്ക് വേണ്ടി എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്. ആ കാർട്ടൂൺ 16 ഭാഗമായി. അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അടുത്ത മാസം മുതലൊരു ലേഖനം പുറത്തെടുക്കുന്നുണ്ട്. ഇനി ഈ പ്രസ്ഥാനം ത്യാഗോജ്വലമായ ഒരു തുടക്കമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടായ ഉയർച്ചയില്ല. ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ശ്രീ PP ചെറിയാൻ അവറുകളാണ്. അതുപോലെ തന്നെ സണ്ണി മാളിയേക്കലിൻ്റെ തലയിൽ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടറിയാമല്ലോ. അങ്ങനെ ഈ വളരെ സത്യസന്ധമായ വാർത്തകൾ പ്രവാസികൾക്കിടയിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ ഡി മലയാളി
വിജയിച്ചിരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം. അടുത്തതായിട്ട് IPC ഇന്ത്യയുടെ ഭാരവാഹിയും ഡി മലയാളിയുടെ ഭാഗവുമായ ശ്രീ TC ചാക്കോയെ. ഡാളസിലെ വർഷങ്ങൾക്ക് മുമ്പ് പ്രസ് ക്ലബ്ബ് രൂപീകരിച്ചു. വളരെ ആഘോഷകരമായിട്ടാണ് അന്ന് ചെയ്തത്. പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞുപോയി. കഴിഞ്ഞ വർഷം ഡി മലയാളി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അതിനകത്ത് ശരിക്ക് ഏറ്റവും കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിച്ചത് PP ചെറിയ സാറും സണ്ണി സാറും മാപ്പിളി അങ്ങനെ പലരുമാണ്. പക്ഷേ അതിനകത്ത് ഒരു ന്യൂസും ഇന്ന് വരെ കൊടുക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഒന്നാമത് മലയാളം എഴുതാൻ അറിയത്തില്ല, പിന്നെ ഇതെല്ലാം നോക്കണ്ടേ, സമയവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഞാൻ വിട്ടു നിന്നു. ഇപ്പം ഇന്ന് ഈ പരിപാടിയിലെ PC മാത്യുവിനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ചില പുള്ളിയെക്കുറിച്ച് എനിക്ക് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബഹറിലായിരുന്നപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ PC മാത്യു കയറി വന്നു. അദ്ദേഹം അവിടെ കയറി വന്നപ്പോൾ ഞാനും എൻ്റെ ബോസ് ഒരു വെള്ളക്കാരനാണ്, ബ്രിട്ടീഷുകാർ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ്. അപ്പം പുള്ളി അവിടെ ജോലിക്ക് കയറി വന്നു. പുള്ളി അങ്ങ് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പുള്ളി എന്നോട് ചോദിച്ചു, എന്താ പേര്, നാട് പിടിയുക. ഞാൻ പറഞ്ഞു എൻ്റെ നാട് തിരുവല്ല കുന്നന്താണ്. അപ്പോൾ എൻ്റെ കവിയില എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ജോലിക്ക് കയറിക്കോ. അപ്പം നിങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിന് ജോലിയുണ്ട്, വലിയ ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ ഒരു പോയിൻ്റ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരാളുടെ ജോലി കളഞ്ഞിട്ട് എനിക്കൊരു ജോലി വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനവിടെ കീപ്പ് ചെയ്തു. ഞാൻ വിട്ടുപോയി. വേറെ എനിക്ക് നല്ല ജോലി കിട്ടി. ആ കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയായിരുന്നു. ഈ ഡി മലയാളിയുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സമയമൊക്കെ മുമ്പോട്ട് കടന്നുപോയി. ഇനി നമ്മുടെ ഡി മലയാളിയുടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സ്, അതായത് നമ്മുടെ സംഘടനയുടെ ഭാഗമായ സാം മാത്യുവിനെയും ബിജിലിയെയും രണ്ടുപേരും ഒരേ സമയത്ത് ക്ഷണിക്കുകയാണ്. രണ്ടുപേരും നമ്മളോട് സംസാരിക്കുന്നതാണ്. ആദ്യം സാം മാത്യു. ഞാൻ ഡി മലയാളിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാനിതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് പ്രവർത്തിക്കുന്നു. സാമ്പത്തികമായിട്ട് ഈ പത്രം മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ നമ്മുടെ ചാനൽ 2004 ഏഷ്യാനെറ്റ് ചാനൽ ഡാളസിൽ വരുമ്പോഴും അതിൻ്റെ മാർക്കറ്റിങ്ങിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പത്രത്തിൻ്റെ മുൻപോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരിയും സ്പോൺസേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഡാളസിൽ നല്ല സപ്പോർട്ടുണ്ട്. അവരെല്ലാം നന്ദിയോട് ഓർക്കുന്നു. കൂടാതെ പല കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കുമ്പോഴും എല്ലാം നല്ല സപ്പോർട്ട് നമ്മുടെ ഡി മലയാളികൾക്ക്, പത്രത്തിനും, എല്ലാത്തിനും, നമ്മുടെ പ്രസ് ക്ലബിനും, നമ്മുടെ ഡാളസ് മലയാളികളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന പല മാധ്യമപ്രവർത്തകരും, എല്ലാ മാധ്യമപ്രവർത്തകരും, പിന്നെ നമുക്ക് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മുടെ പ്രസ് ക്ലബിലും ഡി മലയാളിയിലും സഹായിക്കുന്നുണ്ട്. നമ്മളോരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഞാനിപ്പോൾ PC മാത്യു ഇവിടെ പ്രസ്താവിച്ച പോലെ അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അദ്ദേഹം പറഞ്ഞ ഞാനൊരു സപ്പോർട്ടോടെ സംസാരിക്കുന്നത്. കാര്യം പല സംഘടനകളിലും പുള്ളി തുടങ്ങിയിട്ടുണ്ട്, അതിലെല്ലാം ഞാൻ ഭാഗമായിട്ടുണ്ട്. നല്ല രീതിയിൽ ആ പ്രസ്ഥാനങ്ങൾ മുന്നോട്ടും പോയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന്. പക്ഷേ പുള്ളി പറഞ്ഞൊരു വാസ്തവമായൊരു കാര്യം, അദ്ദേഹത്തിന് നല്ലതായൊരു സപ്പോർട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന്, മലയാളി സമൂഹത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവമായൊരു കാര്യം. അത് പുള്ളി പറയുന്നത് 100% ശരിയാണ്. കാര്യം ഇലക്ഷൻ സമയത്തായാലും പല രീതിയിലുള്ള കൺട്രീസിലേക്ക് വന്നെങ്കിൽ
പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിൽ പുള്ളി അദ്ദേഹം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, അത് ശരിയായിരിക്കാം. എതിർ സ്ഥാനത്ത് ഒരു മലയാളിയായിട്ട് വന്ന് നിന്നുകൊണ്ട് നമുക്ക് സാധിച്ചില്ല, എനിക്ക് സാധിച്ചിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഞങ്ങൾ പല പ്രസ്ഥാനങ്ങളിലും മാധ്യമ പ്രവർത്തനം നിൽക്കുമ്പോഴും ചിലപ്പോൾ ചില ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ, നമ്മുടെ ചില സാമൂഹിക പ്രതിബദ്ധത നമുക്ക് അവരോട് കാണും. അപ്പോൾ അതുള്ളത് കൊണ്ട് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ബന്ധപ്പെടുന്നു. അപ്പോൾ ഞങ്ങളുടെ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും ചിലപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഇവിടെ ആയാലും എപ്പോഴും ഓരോ ചാനലായാലും പത്രങ്ങളായാലും ചില വ്യക്തികളോടോ അല്ലെങ്കിൽ ചില സമൂഹത്തോടോ കൂടി പ്രതിബദ്ധത ചിലപ്പോൾ കാണിച്ചു തരും. അതൊക്കെ ഒരു സാഹചര്യത്തിന് പുറത്ത് സംഭവിക്കുന്നു. പിന്നെ ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ പത്രത്തിലൂടെ വിടുന്നുണ്ട്. കൂടാതെ ഒരു നല്ല കാര്യം വരാൻ വന്നത്, ഞാൻ സുപ്രീം കോടതി രണ്ട് അറ്റോർണീസുമായിട്ട് സംസാരിച്ച് നമ്മുടെ പ്രവാസി ലീഗൽ അഡ്വൈസേഴ്സ് അവർ രണ്ടുപേരും നമുക്ക് വേണ്ടി ഈ പത്രത്തിലൂടെ വേണ്ട ലീഗൽ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള നമ്മുടെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി നാട്ടിലുള്ള പ്രശ്നങ്ങൾ, നാട്ടിൽ വെച്ചാൽ ഇപ്പം അവിടുത്തെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടതോ മറ്റ് ലീഗലായിട്ടുള്ള എന്ത് അഡ്വൈസും അവർ തരും. നമ്മൾ പത്രത്തിലൂടെ ഒരു കോളം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഡി മലയാളി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല രണ്ട് അറ്റോർണീസാണ് സുപ്രീം കോടതി അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പത്രം മേൽക്കുമേൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളിവിടെ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ബിജലി. ബിജലി ഡി മലയാളിയുടെ മാർക്കറ്റിംഗ് ഹെഡാണ്. അതായത് നിങ്ങളുടെ പരസ്യങ്ങൾ, ഇവിടെ പലർക്കും ബിസിനസ് സംരംഭങ്ങളുണ്ട്, നിങ്ങളുടെ പരസ്യങ്ങൾ, നിങ്ങളുടെ സ്പോൺസർഷിപ്പ്, നിങ്ങളുടെ സംഭാവനകളെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിക്കേണ്ടതാണ്. അടുത്തതായിട്ടൊരു ഗാനം കേൾക്കാം, ദീപ ജേസിൻ്റെ ഒരു ഗാനം.
താങ്ക് യു ദീപ. നമ്മൾ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ കിടക്കുകയാണ്. ഇനി വളരെ കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ടി.സി. ചാക്കോ സാർ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഡി മലയാളിയുടെ എപ്പോഴൊക്കെ ഒരു സാമ്പത്തിക ആവശ്യമുള്ളപ്പോഴും നമ്മൾ ടി.സി. ചാക്കോ സാറിനെ പറയുമ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ ചെക്ക് എഴുതി തരും. ടി.സി. ചാക്കോ സാർ വളരെ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് യൂത്ത് ഓഫ് ഡാളസിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ എവിടെയും യുവാക്കളുടെ നേതാവായ ശബ്ദമായ ജിജി പിസ്കറിയായ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ജിജി 2 മിനിറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. നിങ്ങളെ ഈ ഫ്രണ്ടിരിക്കുന്ന മഹത് വ്യക്തികളുടെ മുമ്പിൽ ഞാൻ നിൽക്കാൻ ആളല്ല. പക്ഷെങ്കിൽ സാർ പറഞ്ഞ പോലെ ബാലജന സഖ്യത്തിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത്, കോട്ടയം. സോ ഞാനൊരു കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളൊരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു സംഘടനയോ വളർന്നു വരുമ്പോൾ സാധാരണഗതിയിൽ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയാണ് അവർ വളർന്നു വരാനായിട്ട് ശ്രമിക്കാറ്. പക്ഷെങ്കിൽ ഇവിടെ ഡി മലയാളി എനിക്ക് മനസ്സിലാക്കിയോളം, ഞങ്ങൾ അനുഭവിച്ചോളം ഏറ്റവും കൂടുതൽ യൂത്തിനെ എന്ന് മാത്രമല്ല എല്ലാ സംഘടനകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രം ആണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു കൂട്ടുകാരന് പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ടായി. എമർജൻസി ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു പത്രപ്രവർത്തനം എന്താ ചെയ്യുന്നത്, ഒന്ന് എഴുതിയിടും, ആ വാർത്ത എല്ലാവരും വായിക്കട്ടെന്ന് വെച്ച് വിടും. അങ്ങനെയല്ലാതെ ശ്രീ പി ചെറിയാൻ സാറ് ഞങ്ങളുടെ കൂടെ അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരുപോലെ നിന്ന്, ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒരുപോലെ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആ സുഹൃത്തിനെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്ത് അവനോട് സംസാരിച്ച് അതിൻ്റെ അപ്ഡേറ്റ് എന്നോട് പറഞ്ഞ്, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നാണ് പി ചെറിയൻ സാറും ഡി മലയാളിയും. അവരോടുള്ള നന്ദിയും എല്ലാവരും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെ ഓരോ സ്റ്റേജിൽ ഞാൻ വിളിക്കുമ്പോൾ 1 2 മുമ്പിൽ ആരെങ്കിലും വേണ്ടതെന്ന് വെച്ചുകൊണ്ടാണ് ഈ മനോഹരമായ പാട്ടുപാടിയ ടോഹും അതുപോലെ നമ്മുടെ ജെയ്സൺ ചേട്ടനും അനശ്വരേട്ടനും ഇവരെല്ലാവരും ഉള്ള ഒരു ചെറിയ കൂട്ടായ്മയാണ് ഞങ്ങളുടെ യൂത്ത് ഓഫ് ഡാലസ് എന്നുള്ളത്. അപ്പോൾ അവരെ എല്ലാം പ്രതിനിധീകരിച്ച് ഡി മലയാളിക്ക് ഒരു നല്ലൊരു ആശംസ അറിയിക്കുന്നു. താങ്ക് യു ജിജി. ഇന്നലെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ജിജി പിസ്കറിയയ്ക്ക് ഇങ്ങനെ കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ കേരള നൈറ്റിൽ ഏകദേശം 15ഓളം ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള മിമിക്രി അവതരിപ്പിച്ച് വളരെ കൈയടി നേടിയ വ്യക്തിയാണ്, ആംഗിക കലാകാരനാണ് ജിജി പിസ്കറിയ. അടുത്തതായിട്ട് ഒരു ചെറിയൊരു ഗാനം, അതിനുശേഷം ഒറ്റ പ്രോഗ്രാമേ ഉള്ളൂ. അതിനുശേഷം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഡി മലയാളി പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ടിരിക്കുന്ന അനസുവിൻ്റെ മകൻ ഓസ്റ്റർ മാമ്പള്ളി ഇപ്പോൾ നമുക്കൊരു പാട്ട് പാടുന്നതായിരിക്കും. गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणनित्याय गुणातीशाय गुणप्रविष्टाय धीमहि दत्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्री
गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्याय गानोत्सुकमनसि गुरुपूजिताय गुरुदेवताय गुरुस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरुवे गुणगुरवे गुरुनित्यकलक्षेत्रे गुरुधर्मसदाराध्याय गुरुपुत्रपरित्रात्रे गुरुपाकण्ठकण्टकाय गीतसाराय गीततत्त्वाय गीतवेद्राय धीमहि गूढरूपाय गण्डमट्टाय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि ग्रन्थगीताय ग्रन्थगीयाय ग्रन्थान्तरात्मने गीतलीनाय गीतश्रयाय गीतवाद्यपटवे गीतचरिताय गीतगवराय सन्ततपीकुटे गायकालीन विग्रहाय गङ्गाजलतनयवते गौरीस्तनन्दनाय गौरीहृदयनन्दनाय गौरवाणासुराय गौरीगणेश्वराय गौरप्रणयाय गौरप्रवणाय गौरभावाय धीमहि गौरसहस्राय गौवर्धनाय गौरगोपाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि അടുത്തതായിട്ട് IPCNGയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി മാണിയേക്കൽ. സാറിനും മാണിസാറിൻ്റെ വൈഫ് ആനി ഇത് നന്ദി പറയുന്നു. ഡി മലയാളിയുടെ എല്ലാം ഡി മലയാളം നടന്നു പോകുന്നത് ശ്രീ PP ചെറിയാൻ സാറിൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെയൊക്കെ പേരുകൾ എടുത്തു പറയുമ്പോൾ അത് വെറും സീറോ ആണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ പലപ്പോഴും പല രീതിയിൽ തന്നെ അറിയാമായിരിക്കും. പക്ഷെ എൻ്റെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എത്ര പേർക്ക് അറിയാമോ എനിക്ക് തന്നെ സംശയമാണ്.
1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അമേരിക്കയിലെത്തുന്നത്. 1980 മുതൽ ഞാൻ ഒരു മാതൃഭൂമിക്ക് വേണ്ടി പത്രത്തിൽ എഴുതുന്ന ഒരാളാണ്. ഓർത്തഡോക്സ് സഭയുടെ സഭാ വഴക്കായിരുന്നു അന്നത്തെ എൻ്റെ വിഷയം. അന്നത് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംമാതിരി കാശ് കിട്ടും. അപ്പം അന്ത്യോക്യ സിംഹാസനത്തിൽ നീലനിന്ന നിതാന്തവന്യ ദിവ്യശ്രീ തെയോഫിലസ് തിരുമേനിയുടെ പരിപാടികൾ ശരിയല്ല എന്ന് പറഞ്ഞ് ശക്തിയുക്തം പറഞ്ഞ് എഴുതാൻ കിട്ടും. ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്ന വേറെ കാര്യത്തിന് വേണ്ടിയാണ്. ഇവിടെ വന്നു ബർഗർ കിങ് ആർട്ടോഗ്യൂസ് പല കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഡാളസിൽ വരുമ്പോൾ ഒരു ഏഷ്യനെറ്റുമായിട്ടാണ് വരുന്നത്. എങ്ങനെ ഏഷ്യനെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഡാളസിലൊരു പ്രത്യേക ചില അമേരിക്കയിലുള്ള മറ്റ് സ്റ്റേറ്റ് പോലെയല്ല. ഡാളസ് പരന്നും കിടക്കുക. DFW ഡാളസും ഫോർട്ട് വർത്തൊക്കെ കൂടുന്ന 2 സിറ്റി. ആ സമയത്ത് ഞാനാണ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്. നമുക്കിവിടെയുള്ള കുറച്ച് പ്രോമിനൻ്റ് ആളുകൾ വെച്ചിട്ട് ഒരു ടീം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. TC ചാക്കോ, ഡിജിലി, പിന്നെ ഞങ്ങളെ സഹായിക്കുന്നത് ജോസ് പാക്കാട്ട്, അന്ന് ഒരു പ്രോഗ്രാമിൽ വന്ന് മുങ്ങിയ ബിജു സക്രിയ, ഇങ്ങനെ ഇവരെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് തുടങ്ങിയ അത് സക്സസ് ആയി. ഇതേ പ്ലാറ്റ്ഫോമിന് അമേരിക്കയിൽ ആരും ഒരു തുനിഞ്ഞിട്ടില്ല. എല്ലാവരും അവരുടെ സാമ്രാജ്യങ്ങൾ അവരെ കെട്ടിപ്പടുത്തിയിട്ടുള്ളൂ. അതൊരു വശം. രണ്ടാമത്തെ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം. നമ്മുടെ പത്രം ആദ്യം നമ്മളെല്ലാം കട്ട് ചെയ്തൊട്ടിച്ച പത്രങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പല മീഡിയകൾ വന്നു, ഓൺലൈൻ ഡിജിറ്റലായി, കോമ്പറ്റീഷനുണ്ട്. ഒരു പത്രവും സാമൂഹിക സേവനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ആരും ചെയ്യുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സാമ്പത്തികമായ മെച്ചത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. മലയാളി കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് സാമ്പത്തികമായ മെച്ചത്തിലാണ് നടക്കുന്നത് എന്ന് പറയുന്നത് PP ചേരാനോട് അതിയായ സന്തോഷമുണ്ട്. മലയാളി രജിസ്റ്റേർഡ് പത്രമാണ്, ലൈസൻസ്ഡാണ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ബാങ്കിൽ കാശുണ്ട്. ഇനി പറഞ്ഞു വരാൻ ഞാൻ പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രവർത്തനത്തിൽ ഈ മലയാളികൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടേതായി എന്ത് സംഘടനയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും എഴുതി കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സംഘടന കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. കേരള അസോസിയേഷൻ ആണെങ്കിലും ഡാളസ് മലയാളി അസോസിയേഷൻ ആണെങ്കിലും ആരാണെങ്കിലും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പ്രാദേശികമായിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന മലയാളിയാണ്. സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാക്കാവുന്ന നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പക്ഷെ എനിക്ക് വയസ്സായി, പ്രായമായി, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും പറയുന്നത് നിങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് ഒരുപാട് സ്മാർട്ട് ആളുകളുടെ ഉണ്ട്. നമ്മൾ ഈ ക്ലീശ പരിപാടികളൊക്കെ നിർത്തിയിട്ട് സ്മാർട്ടായിട്ട് സംസാരിച്ച് മാർക്കറ്റിലോട്ട് ഇറങ്ങി അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് കാശുണ്ടാകും. അതുകൊണ്ട് മലയാളികൾ നമ്മുടെ 50-100 മെഡിക്കൽ വേണം. അമേരിക്കൻ മാർക്കറ്റിൽ ഇറങ്ങി നിങ്ങളുടെ ഡെന്റിസ്റ്റും നിങ്ങളുടെ കാർ നോക്കുന്നതും നിങ്ങളുടെ ടാക്സ് പേ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് പരസ്യം മേടിക്കും. ഈ ലോക്കൽ ആളുകൾക്ക് പോകാതെ പുറത്തേക്ക് ഇറങ്ങി പരസ്യം ചെയ്ത് മലയാളിക്ക് നല്ല ഭാവിയുണ്ട്. ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു $multi-million കമ്പനിയാക്കാൻ പറ്റും. മറ്റുള്ള എല്ലാവരും ഏഷ്യനെറ്റും കൈരളിയും കുറേ ആളുകൾ അതിൻ്റെ കുറേ ഇങ്ങനെ ആഘോഷ കമ്മിറ്റി ചെയർമാൻമാരായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ആളുകൾ കാശുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായൊരു ധാരണയിൽ ഒരു വ്യക്തമായൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് PP ചെറിയ സാറിൻ്റെ അധ്യക്ഷതയിൽ ഇത് വേറെ ലെവലിലേക്ക് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി പറയുന്ന ഒരാളുണ്ട്. മുമ്പ് എനിക്ക് 2 പേരോട് നന്ദി പറയാനുണ്ട്. രാവിലെ വെളുക്കുമ്പോൾ ഒരാളെന്നെ വിളിക്കും, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്നെ വിളിക്കും. അത് രാത്രി കൃത്യം 11 മണിക്ക് വിളിക്കും. അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. 71-ാം വയസ്സിലും ഇപ്പോഴും വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും ഒരു ദിവസം മിനിമം 5-6 മണിക്കൂറെങ്കിലും മലയാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന PP ചെറിയാൻ സാറിന് എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം ഈ ആശയം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു, നടക്കുമെന്ന്. കാരണം മുഖ്യധാര പത്രങ്ങളൊക്കെ ഇവിടെ വളരെ ആക്റ്റീവായിട്ടുണ്ട്. ഇത് പഴക്കവും ഉള്ള പരമാവധി ഓൺലൈൻ പത്രങ്ങളുള്ളപ്പോൾ ഈ ആശയം വന്നപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞാൽ അല്പം നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം ഹാർഡ് വർക്കുമാണ്. എല്ലാവരും കൈവിടിച്ചായിട്ട് അദ്ദേഹത്തിന് ആശംസകൾ നന്ദി അറിയുന്നു. അതുപോലെ തന്നെ ഏത് സന്ദർഭത്തിന്റെ പേരിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ വേണം. ഈ പരിപാടിയുടെ പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും എക്സിക്യൂഷനും എല്ലാം ചെയ്യുന്ന നമ്മുടെ ഏവർക്കും പ്രിയങ്കനായ സണ്ണി മാളികയുടെ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അദ്ദേഹം മാനേജ്മെന്റ് സൈഡിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹത്തിന്റെ പ്ലാനിങ് ഇപ്പൊ തന്നെ കേട്ടല്ലോ, വളരെ ഐഡിയാസ് ഒക്കെ ഒരുപാടുണ്ട്. അദ്ദേഹം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ എല്ലാവരും നന്ദി പറയാൻ വേണ്ടി സംഘടനയുടെ എല്ലാം വളരെ ചെയ്യുന്ന മനസ്സിന് സേവനം വേണ്ടിയുള്ള മനസ്സിന് മാറി നന്ദി പ്രകാശം 3 മിനിറ്റ്
പ്രിയമുള്ളവരെ, ഒരുപാട് സമയം വൈകി, അതുകൊണ്ട് ഒത്തിരി നന്ദി പറഞ്ഞ് നന്ദികേട് കാണിക്കുന്നില്ല. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യ അതിഥിയായി എത്തിയ ഡോക്ടർ മാണിസ്കറിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഹ്യൂസ്റ്റണിൽ കൂടി എത്തിയ എഴുത്തുകാരനും സാഹിത്യകാരനുമായിട്ടുള്ള ജോസഫ് നമ്പിമട സാറിനോടുള്ള നന്ദി ഈ മലയാളി പേരിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അധ്യക്ഷനായും ഈ മലയാളിയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള പി പി സാറിനെ വിളിക്കുന്ന പി പി ചെറിയാനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ജനകീയ ഒരു സംഘടനയായ കേരള അസോസിയേഷൻ കാലസിന്റെ പ്രസിഡന്റ് ഷിജു അബ്രാഹത്തിനോട്, ICC അതോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ പ്രസിഡന്റ് നയനാനോട്, പിന്നെ അമേരിക്കയിൽ ഒരു മലയാള സാഹിത്യം വളരെ വലിയ പാന്താവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ ഒരു മുഖ്യ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുന്നണി പോരാളിയായിട്ടുള്ള സാമൂഹ്യ യോഹനാൻ, അതിന്റെ പ്രസിഡന്റായ സാമൂഹ്യ യോഹനാനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ സംരംഭം തുടങ്ങിയ ആദ്യ സമയത്ത് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള, ആദ്യം ഞാൻ വിളിച്ച് ഒരു സ്പോൺസറാകണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ വിളിച്ചു പറയും, ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് അതൊരു വിളിച്ചു പറയുന്നത് പ്രയാസമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു എഴുത്തുകാരനും സഹൃദയനുമായിട്ടുള്ള രാജീവ് വർഗീസ് സാറിനോട് നന്ദി പറയുന്നു. പിന്നെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ വന്ന നിങ്ങളെല്ലാവരോടും ഓരോരുത്തരോടും ഈ മലയാളിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ മനോഹരമായ പാട്ടുകൾ അവതരിപ്പിച്ച ജെയ്സൺ ആലപ്പാടൻ, ദീപ ജെയ്സൺ, ടോം ജോർജ്, ഇവരെ കാലസിലെ ശ്രദ്ധേയരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള പാട്ടുകാരാണ്. അവരിവിടെ വന്ന് മനോഹരമായ പാട്ടുകൾ പാടി ഈ വേദിയെ സമ്പുഷ്ടമാക്കിയതിനുള്ള സന്തോഷം ഈ മലയാളിയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ IPCയുടെ പ്രസിഡന്റ് സണ്ണി മാളിയേക്കൽ ഈ മലയാളിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടികളെല്ലാം ക്രമീകരിച്ചിട്ട് പോയ ഇതിന്റെ MC ആയി പ്രവർത്തിച്ച സിജു പി ജോർജിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആരെങ്കിലും നമ്മുടെ സ്വന്തം സഹകാരിയായിട്ടുള്ള ബാജി, കേരള ലിറ്റററി സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റേ ഹെറാൾഡ് എക്സ്പ്രസ് രാജു സാറിനോടുള്ള നന്ദി പറയുമ്പോൾ എബി മക്കപ്പുഴയോടുള്ള നന്ദി ഈ മലയാളിയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. ഒരുപാട് പേരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഈ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യാനും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ വന്ന് പ്രസാദ് തിക്കൊടിയിൽ ഇതിനു വേണ്ടി തന്നെ എഡിറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹാദരവും സ്നേഹവും രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈ ഇവിടെ ക്രമീകരിച്ച് തന്നിരിക്കുന്ന ഈ റെസ്റ്റോറന്റ് രക്ഷിജി, വിൻസെന്റും സുഹൃത്ത് വിനോദിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു കേട്ടോ, താങ്ക് യു. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. വീണ്ടും കാണാം. നമുക്ക് ഭക്ഷണമുണ്ട്. ബെന്നിയോടുള്ള സ്നേഹവും പങ്കുവയ്ക്കുകയാണ്. ഈ മലയാളിയുടെ പേരിൽ ചങ്കിനോടുള്ള സ്നേഹം പറയുകയാണ്. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയണമെന്ന് പറയുന്നു.